ചുറ്റുമുള്ള ലോകമൊന്ന് നിശബ്ദമാകാൻ, മനസ്സിനെ എല്ലാ ഭാരങ്ങളിൽ നിന്നും മുക്തമാക്കി ഒരു സുഖകരമായ ഉറക്കത്തിലേക്ക് മെല്ലെ വീഴാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? ആ പ്രശാന്തതയിലേക്ക് നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകാൻ മനോഹരമായ ഒരു കഥയുമായി നിദ്ര വൈബ് ഇവിടെയുണ്ട്. നമ്മുടെ ഈ കൊച്ചു കുടുംബത്തിൽ ഇനിയും ഇതുപോലെയുള്ള ശാന്തമായ നിമിഷങ്ങൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ അനുഭവം നിങ്ങൾക്കിഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ പ്രിയപ്പെട്ട കഥാനിമിഷങ്ങൾ താഴെ കമന്റ് ചെയ്യാനും മറക്കരുത്. എങ്കിൽ വരൂ, എല്ലാ ചിന്തകളും മാറ്റിവെക്കാം. ആ സുഖനിദ്രയിലേക്ക് നമുക്ക് മെല്ലെ യാത്ര തുടങ്ങാം. ജീവിതം നൽകിയ കഠിനതകളെ ചിരിയാക്കി തിരികെ ലോകത്തിന് സമ്മാനിച്ച ഒരു കലാകാരൻ. നമ്മളെല്ലാവരും ദി ട്രാമ്പ് എന്ന പേരിൽ അറിയുന്ന ആ ഐക്കോണിക് കഥാപാത്രത്തിൻ്റെ സൃഷ്ടാവ്. അവനൊരു നടൻ മാത്രമല്ല, ഒരു സംവിധായകൻ, ഒരു സംഗീതജ്ഞൻ, ഒരു എഴുത്തുകാരൻ, അതിലും പ്രധാനമായി മനുഷ്യരുടെ ഹൃദയത്തെ സ്പർശിക്കാൻ അറിയുന്ന ഒരു കഥാകാരൻ. ഇന്ന് നാം പറയാൻ പോകുന്നത് ചാർലി ചാപ്ലിൻ എന്ന മനുഷ്യൻ്റെ ജീവിതം, അവൻ്റെ പോരാട്ടങ്ങൾ, അവൻ്റെ കല, അവൻ ലോകത്തിന് നൽകിയ ചിരിയുടെ പാരമ്പര്യം. ചിരിയുടെ പിന്നിലെ കണ്ണീരും വിജയത്തിൻ്റെ പിന്നിലെ വേദനയും, ഒരു സാധാരണ മനുഷ്യൻ എങ്ങനെയൊരു ലോകപ്രതിഭയായി മാറിയെന്നതും ഇന്നത്തെ യാത്രയിൽ നാം കണ്ടെത്തും. അപ്പോൾ നമുക്ക് സമയം പിന്നോട്ട് തിരിച്ച് സിനിമയുടെ സ്വർണ്ണകാലത്തിലേക്ക് കടക്കാം. 1889 ഏപ്രിൽ മാസം. ലണ്ടൻ നഗരം കനത്ത മൂടൽമഞ്ഞിലും തണുപ്പിലും പൊതിഞ്ഞു നിൽക്കുകയാണ്. ആഡംബരങ്ങൾ നിറഞ്ഞ കൊട്ടാരങ്ങൾക്കും ദാരിദ്ര്യം മരവിപ്പിക്കുന്ന വഴികൾക്കുമിടയിലൂടെ ഒഴുകുന്ന തെംസ് നദി പോലെയായിരുന്നു അന്നത്തെ ലണ്ടൻ. ഏപ്രിൽ 16 ഈസ്റ്റ് ലൈനിലെ ഒരു ചെറിയ വാടകമുറിയിൽ ഒരു കുഞ്ഞ് ജനിച്ചു. അവനായിരുന്നു ചാൾസ് സ്പെൻസർ ചാപ്ലിൻ. കുഞ്ഞിന്റെ കരച്ചിൽ കേട്ട് അമ്മ ഹാന്ന അവനെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. പുറത്ത് മഴ കനക്കുകയായിരുന്നു. ഹാന്നയും ഭർത്താവ് ചാൾസ് സീനിയറും സംഗീത നാടകങ്ങളിൽ അഭിനയിക്കുന്നവരായിരുന്നു. ചാർലി, നീ ഒരു വലിയ കലാകാരനാകും എന്ന് ഹാന്ന മന്ത്രിച്ചു. പക്ഷേ ആ സന്തോഷത്തിന് അധികം ആയുസ്സുണ്ടായിരുന്നില്ല. മദ്യപാനിയായിരുന്ന അച്ഛൻ അവരെ ഉപേക്ഷിച്ചുപോയി. അതോടെ ആ കൊച്ചുമുറിയിൽ പട്ടിണി വിരുന്നെത്തി. ഒരു കഷ്ണം അപ്പത്തിനായി ആ അമ്മ അലഞ്ഞു. പക്ഷേ വിശന്നിരിക്കുമ്പോഴും ഹാന്ന തന്റെ മകന് ലോകത്തെ കാണിച്ചു കൊടുത്തു. ജനാലയ്ക്കിലേർന്ന് തെരുവിലൂടെ പോകുന്ന മനുഷ്യരുടെ നടത്തവും ഭാവങ്ങളും അവർ ചാർലിക്ക് അനുകരിച്ചു കാണിച്ചു. നോക്കൂ ചാർലി, ആ മനുഷ്യൻ നടക്കുന്നത് കണ്ടോ? അയാൾ എന്തോ വലിയ രഹസ്യം ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. അമ്മയുടെ ആ വാക്കുകളിലായിരുന്നു ചാർലിയുടെ ആദ്യത്തെ അഭിനയ പാഠങ്ങൾ ഒളിഞ്ഞിരുന്നത്. ചാർലിക്ക് അന്ന് 5 വയസ്സ്. അമ്മ ഹാന്ന ഒരു മ്യൂസിക് ഹാളിൽ പാടുകയായിരുന്നു. ചാർലി സ്റ്റേജിന് പിന്നിൽ നിന്ന് അമ്മയെ നോക്കി നിന്നു. പെട്ടെന്ന് എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ഹാന്നയുടെ ശബ്ദമിടറി. അവർക്ക് പാടാൻ കഴിയുന്നില്ല. കാണികൾ അക്ഷമരായി. അവർ അമ്മയെ കൂവി വിളിക്കാൻ തുടങ്ങി. ചിലർ സാധനങ്ങൾ സ്റ്റേജിലേക്ക് എറിഞ്ഞു. മാനേജർ പരിഭ്രാന്തനായി. അയാൾ ചാർലിയെ നോക്കി പറഞ്ഞു, കുട്ടി, നീ സ്റ്റേജിലേക്ക് പോകൂ, എന്തെങ്കിലും ചെയ്യ്. പേടിയോടെ ചാർലി വെളിച്ചത്തിലേക്ക് നടന്നു. ആ കൊച്ചുപയ്യൻ അമ്മ പാടിയ അതേ പാട്ട് പാടാൻ തുടങ്ങി. അവന്റെ ശബ്ദം ആ ഹാളിൽ മുഴങ്ങിയപ്പോൾ ആളുകൾ നിശബ്ദരായി. പാട്ടിനിടയിൽ ചാർലി അമ്മയെ അനുകരിച്ചു കാണിച്ചു. ആളുകൾ പൊട്ടിച്ചിരിച്ചു. അവർ സ്റ്റേജിലേക്ക് നാണയങ്ങൾ എറിഞ്ഞു. ചാർലി പാട്ട് നിർത്തിയിട്ട് പറഞ്ഞു, നിൽക്കൂ, ഞാൻ ഈ പണമാദ്യം പെറുക്കിയെടുക്കട്ടെ, എന്നിട്ട് ബാക്കി പാടാം. അവന്റെ ആ നിഷ്കളങ്കമായ സംസാരം കേട്ട് തിയേറ്റർ കയ്യടികൾ കൊണ്ടു നിറഞ്ഞു. അന്ന് ആ കുഞ്ഞു ചാർലി അറിഞ്ഞില്ല തന്റെ അമ്മയുടെ കരിയർ അവിടെ അവസാനിക്കുകയാണെന്നും തന്റെ കരിയർ അവിടെ തുടങ്ങുകയാണെന്നും. സന്തോഷം അധികകാലം നീണ്ടുനിന്നില്ല. ഹാന്നയുടെ ശബ്ദം എന്നേക്കുമായി നഷ്ടപ്പെട്ടു. അതോടെ ആ വീട്ടിൽ പട്ടിണി കഠിനമായി. ചാർലിയും ജ്യേഷ്ഠൻ സിഡ്നിയും അമ്മയും തെരുവിയായി. പലപ്പോഴും വെള്ളം മാത്രം കുടിച്ചാണ് അവർ ഉറങ്ങിയത്. ദാരിദ്ര്യം സഹിക്കവയ്യാതെ സർക്കാർ അവരെ വർക്ക് ഹൗസുകളിലേക്ക് അയച്ചു. ദരിദ്രരെ പാർപ്പിക്കുന്ന ആ തടവറയിൽ ചാർലിയും സിഡ്നിയും അമ്മയിൽ നിന്ന് വേർപെടുത്തപ്പെട്ടു. അമ്മേ, എന്നെ വിട്ടുപോകല്ലേ എന്ന് കരഞ്ഞ ചാർലിയെ അധികൃതർ പിടിച്ചുമാറ്റി. ആ തണുത്ത ചുവരുകൾക്കുള്ളിലിരിക്കുമ്പോൾ ചാർലി ജനാലയിലൂടെ തന്റെ അമ്മയെ കൊണ്ടുപോകുന്നത് നോക്കി നിന്നു. കഠിനമായ പണിയും മർദ്ദനവും മാത്രമായിരുന്നു അവിടെ അവർക്ക് കിട്ടിയത്. ഓരോ രാത്രിയും അവൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു, എനിക്കെന്റെ അമ്മയെ തിരിച്ചു തരൂ. പക്ഷേ വിധി ക്രൂരമായിരുന്നു. ഹാന്നയുടെ മാനസിക നില തെറ്റാൻ തുടങ്ങി. ലോകത്തെ ചിരിപ്പിക്കാൻ പോകുന്ന ആ ബാലന്റെ ഉള്ളിൽ അന്ന് കണ്ണുനീർ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. വർക്ക് ഹൗസിൽ നിന്ന് പുറത്തിറങ്ങിയ ചാർലി ലണ്ടനിലെ തെരുവുകളിൽ തനിച്ചായി.
സിഡ്നി കപ്പലിൽ ജോലിക്ക് പോയിരുന്നു. ചാർലി വിശപ്പടക്കാൻ പല പണികളും ചെയ്തു. പത്രങ്ങൾ വിറ്റു, കടകളിൽ സഹായിയായി നിന്നു. പക്ഷേ അവന്റെ മനസ്സെപ്പോഴും സ്റ്റേജിലായിരുന്നു. പഴയ കീറിയ വസ്ത്രങ്ങൾ ധരിച്ച് അവൻ നടന്നു. ഓരോ മനുഷ്യരെയും അവൻ നിരീക്ഷിച്ചു. ഒരു ദിവസം അവനൊരു മരുന്നുകടയുടെ മുന്നിൽ വിദ്യകൾ കാണിക്കാൻ തുടങ്ങി. ആളുകൾ അത്ഭുതത്തോടെ നോക്കി നിന്നു. ഈ പയ്യനൊരു മാന്ത്രികനാണ് എന്നാരോ വിളിച്ചു പറഞ്ഞു. ആ വാക്കുകൾ അവന് ധൈര്യം നൽകി. തന്റെ ഉള്ളിലെ സങ്കടം പുറത്തു കാണിക്കാതെ അവൻ മറ്റുള്ളവരെ ചിരിപ്പിച്ചു. രാത്രികളിൽ പാർക്കിലെ ബെഞ്ചുകളിൽ കിടന്നുറങ്ങുമ്പോൾ അവൻ തണുത്തു വിറച്ചു. എങ്കിലും തന്റെ ഉള്ളിലെ സ്വപ്നങ്ങളെ അവൻ കൈവിട്ടില്ല. ഒരു ദിവസം അവനെ തേടി ഒരു കത്ത് വന്നു. അതൊരു പുതിയ തുടക്കമായിരുന്നു. ലങ്കാഷയർ ലാഡ്സ് എന്ന പ്രശസ്തമായ നൃത്തസംഘത്തിൽ ചാർലിക്ക് അവസരം ലഭിച്ചു. അവിടെ വെച്ച് അവൻ പ്രൊഫഷണലായി നൃത്തം പഠിച്ചു. മരം കൊണ്ടുള്ള ചെരുപ്പുകൾ ധരിച്ച് താളാത്മകമായി നൃത്തം ചെയ്യുന്ന ആ സംഘത്തിൽ ചാർലി തിളങ്ങി. അവൻ ഒരുപാട് സ്ഥലങ്ങളിൽ യാത്ര ചെയ്തു. സ്റ്റേജിലെ വെളിച്ചം അവനെ മാടി വിളിച്ചു. പക്ഷെ ഒരു വൈകുന്നേരം അവനെ തേടി ആ വാർത്തയെത്തി. അച്ഛൻ ചാൾസ് സീനിയർ മരണമടഞ്ഞു. അച്ഛനെക്കുറിച്ച് ഓർക്കാൻ വലിയ നല്ല ഓർമ്മകളില്ലായിരുന്നെങ്കിലും ചാർലി കരഞ്ഞു. തന്റെ ജീവിതം എങ്ങോട്ടാണ് പോകുന്നതെന്ന് അവന് മനസ്സിലായില്ല. പക്ഷേ അവൻ നൃത്തം തുടർന്നു. ഓരോ സ്റ്റേജിലും അവൻ കൂടുതൽ മിടുക്കനായി. അവന്റെ ഈ വളർച്ചയാണ് ഫ്രെഡ് കർണോ എന്ന വലിയ മനുഷ്യന്റെ ശ്രദ്ധയിൽപ്പെടാൻ കാരണമായത്. കർണോയുടെ ഗ്രൂപ്പിലേക്ക് ചേരുന്നതോടെ ചാർലിയുടെ ജീവിതം അമേരിക്കയിലേക്കുള്ള കപ്പൽ കയറാൻ തയ്യാറെടുക്കുകയായിരുന്നു. 1910 ഒരു പുലർച്ചെ ലണ്ടനിലെ സൗത്ത്ഹാംപ്ടൺ തുറമുഖത്ത് നിന്ന് SS കെയ്നൽ എന്ന കൂറ്റൻ കപ്പൽ നങ്കൂരമുയർത്തി. ആ കപ്പലിന്റെ ഡെക്കിൽ നിന്ന് ലണ്ടനിലെ പുകമഞ്ഞിലേക്ക് ചാർലി നോക്കി നിന്നു. ഫ്രെഡ് കർണോയുടെ നാടകസംഘത്തോടൊപ്പം അമേരിക്ക എന്ന സ്വപ്നഭൂമിയിലേക്കുള്ള യാത്രയായിരുന്നു അത്. കയ്യിൽ കുറഞ്ഞ വസ്ത്രങ്ങളും ഒത്തിരി സ്വപ്നങ്ങളും മാത്രം. കപ്പലിന്റെ തട്ടിൽ വെച്ച് ചാർലി തന്റെ സഹപ്രവർത്തകർക്കൊപ്പം വിദ്യകൾ പരിശീലിച്ചു. രാത്രികളിൽ നക്ഷത്രങ്ങൾ നിറഞ്ഞ ആകാശത്തിന് താഴെ ഇരിക്കുമ്പോൾ അവൻ തന്റെ അമ്മയെ ഓർത്തു. ചാർലി, നീ എപ്പോഴെങ്കിലും തിരിച്ചുവരുമോ എന്നമ്മ ചോദിച്ചതായി അവന് തോന്നി. സമുദ്രം കടന്നുപോകുമ്പോൾ കടൽക്കാറ്റ് അവന്റെ മുഖത്തടിച്ചു. ആ യാത്ര വെറുമൊരു യാത്രയായിരുന്നില്ല, മറിച്ച് ഒരു ദരിദ്രബാലൻ ലോകം കീഴടക്കാൻ പോകുന്നതിന്റെ തുടക്കമായിരുന്നു. കപ്പലിലെ ഓരോ യാത്രക്കാരനെയും ചാർലി നിരീക്ഷിച്ചു. അവരുടെ നടത്തം, സംസാരം, കുപ്പായത്തിന്റെ ബട്ടണുകളിടുന്ന രീതി എല്ലാം അവൻ തന്റെ മനസ്സിൽ കുറിച്ചുവെച്ചു. അമേരിക്കൻ തീരം കണ്ടപ്പോൾ ചാർലി മന്ത്രിച്ചു, അമേരിക്ക, ഞാൻ വരുന്നു. നിന്നെ ചിരിപ്പിക്കാൻ ഞാൻ വരുന്നു. ന്യൂയോർക്ക് തുറമുഖത്തിറങ്ങിയപ്പോൾ ചാർലി അത്ഭുതപ്പെട്ടുപോയി. ലണ്ടനേക്കാൾ വേഗതയുള്ള വലിയ കെട്ടിടങ്ങളുള്ള നഗരം. ഫ്രെഡ് കർണോയുടെ സംഘത്തോടൊപ്പം ചാർലി അമേരിക്കയിലുടനീളം പ്രകടനങ്ങൾ നടത്തി. ദ ഡ്രങ്ക് എന്ന തന്റെ പ്രശസ്തമായ കോമഡിയിലൂടെ അവൻ കാണികളെ പൊട്ടിച്ചിരിപ്പിച്ചു. ഒരു മദ്യപാനിയെ ചാർലി അവതരിപ്പിച്ച രീതി കണ്ടാൽ ആരും അത്ഭുതപ്പെടും. പക്ഷേ ഈ പ്രശസ്തിക്കിടയിലും ചാർലിയുടെ കണ്ണുകൾ ആരെയോ തിരയുന്നുണ്ടായിരുന്നു. തന്റെ പ്രതിഭയെ ലോകം തിരിച്ചറിയുന്നുണ്ടെന്ന് അവൻ മനസ്സിലാക്കി. ഇതിനിടെയാണ് കീസ്റ്റോൺ എന്ന ഫിലിം സ്റ്റുഡിയോയിലെ ഉടമ മാക്സ് സെനറ്റ് ചാർലിയെ കാണുന്നത്. സിനിമ എന്ന പുതിയ കലാരൂപം ലോകത്ത് പച്ചപിടിച്ചു വരുന്ന കാലമായിരുന്നു അത്. സെനറ്റ് ചാർലിയെ സമീപിച്ചു. നീ എന്തുകൊണ്ട് സിനിമയിൽ അഭിനയിച്ചുകൂടാ എന്ന ചോദ്യം ചാർലിയെ ചിന്തിപ്പിച്ചു. തന്റെ കരിയറിലെ ഏറ്റവും വലിയ തീരുമാനം അവൻ അന്നെടുത്തു. ഹോളിവുഡിലെ കീസ്റ്റോൺ സ്റ്റുഡിയോ. ചാർലി ആദ്യമായി ക്യാമറയ്ക്ക് മുന്നിൽ നിന്നു. 1914 മേക്കിംഗ് എ ലിവിംഗ് എന്ന സിനിമയായിരുന്നു അത്. പക്ഷെ കാര്യങ്ങൾ അത്ര എളുപ്പമായിരുന്നില്ല. സ്റ്റേജിൽ കിട്ടുന്ന സ്വാഭാവികമായ കയ്യടികൾ ക്യാമറയ്ക്ക് മുന്നിലില്ലായിരുന്നു. തനിക്ക് ലഭിച്ച വേഷം ചാർലിക്കൊട്ടും ഇഷ്ടപ്പെട്ടില്ല. ഒരു തട്ടിപ്പുകാരന്റെ വേഷമായിരുന്നു അത്. സിനിമ കണ്ടപ്പോൾ ചാർലിക്ക് നിരാശ തോന്നി. തന്റെ വേഗതയും ശൈലിയും ക്യാമറയ്ക്ക് പിടിച്ചെടുക്കാൻ കഴിയില്ലെന്നവൻ ഭയപ്പെട്ടു. മാക്സ് സെനറ്റുമായി അവൻ വഴക്കിട്ടു. എനിക്കെന്റെ രീതിയിൽ അഭിനയിക്കണം, ചാർലി പറഞ്ഞു. സെനറ്റ് ദേഷ്യപ്പെട്ടു. നിന്നെ ഞാൻ പുറത്താക്കാൻ പോവുകയാണ്. ചാർലി പകച്ചുപോയി. പട്ടിണിയിൽ നിന്ന് കരകയറാൻ തുടങ്ങിയപ്പോഴേക്കും വീണ്ടും വീഴ്ച സംഭവിക്കുമോ? പക്ഷെ ആ നിരാശയിൽ നിന്നാണ് ലോകത്തെ മാറ്റിമറിക്കുന്ന ഒരു വലിയ വിസ്മയം സംഭവിക്കാൻ പോകുന്നത്. ഒരു ഉച്ചതിരിഞ്ഞ് ചാർലി സ്റ്റുഡിയോയിലെ കോസ്റ്റ്യൂം മുറിയിലേക്ക് നടന്നു. മാക്സ് സെനറ്റ് അവനോട് പറഞ്ഞു, എന്തെങ്കിലും ഒരു തമാശ വേഷം കിട്ടിവാ. ചാർലി കണ്ണടച്ച് ആ മുറിയിലുള്ള വസ്ത്രങ്ങളിലേക്ക് കൈനീട്ടി. അവൻ തന്റെ ശരീരത്തിന് ഒട്ടും ചേരാത്ത ഒരു വലിയ പാൻസ് എടുത്തു. പിന്നെ വളരെ ഇടുങ്ങിയ ഒരു കോട്ടും. തലയിൽ തന്റെ അച്ഛനെ ഓർമ്മപ്പെടുത്തുന്ന ഒരു തൊപ്പിയും കയ്യിലൊരു വടിയും. കണ്ണാടിക്ക് മുന്നിൽ നിന്ന് ചാർലി സ്വയം നോക്കി. എന്നിട്ട് മൂക്കിന് താഴെ ചെറിയൊരു മീശ ഒട്ടിച്ചു. തന്റെ വലിയ ഷൂസുകൾ അവൻ ഇടതും വലതും മാറിയിട്ടു.
കണ്ണാടിയിലെ ആ രൂപത്തെ നോക്കി ചാർലി ചിരിച്ചു. അതൊരു ദരിദ്രന്റെ രൂപമായിരുന്നു, എന്നാൽ അവനൊരു രാജകുമാരനെ പോലെ മാന്യത കാണിക്കുന്നു. അവൻ പതുക്കെ ആ പ്രത്യേക നടത്തം നടന്നു നോക്കി. ട്രാമ്പ് എന്ന ഇതിഹാസം ജനിക്കുകയായിരുന്നു. ആ മുറിയിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ അവിടെയുള്ളവർ ചാർലിയെ കണ്ട് അമ്പരന്നുപോയി. കിഡ് ഓട്ടോ റേസസ് അറ്റ് വെനീസ് എന്ന സിനിമയിൽ ചാർലി ആദ്യമായി തന്റെ ട്രാമ്പ് വേഷത്തിൽ പ്രത്യക്ഷപ്പെട്ടു. ക്യാമറയുടെ മുന്നിൽ ചെന്ന് നിന്നുകൊണ്ട് തന്റെ വടി വീശി അവൻ കാണിച്ച കുസൃതികൾ ലോകം ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒന്നായിരുന്നു. സിനിമ തിയേറ്ററുകളിലെത്തിയപ്പോൾ ജനങ്ങൾ ഇളകിമറിഞ്ഞു. അവർക്ക് ആ കഥാപാത്രത്തോട് വലിയ സ്നേഹം തോന്നി. അവൻ നിസ്സഹായനായിരുന്നു, പക്ഷെ അവനിൽ വലിയൊരു ആത്മവിശ്വാസമുണ്ടായിരുന്നു. ചാർലി ഓരോ സിനിമ കഴിഞ്ഞപ്പോഴും തന്റെ വേഷത്തിൽ മാറ്റങ്ങൾ വരുത്തി. ആ മീശയും ആ നടത്തവും കുട്ടികൾ മുതൽ വയസ്സായവർ വരെ അനുകരിക്കാൻ തുടങ്ങി. ചാർലി ഇപ്പോൾ വെറുമൊരു നടനല്ല, അവനൊരു ബ്രാൻഡായി മാറി. പക്ഷെ ട്രാമ്പ് വെറുമൊരു തമാശക്കാരൻ മാത്രമല്ലെന്ന് ചാർലിക്കറിയാമായിരുന്നു. അവന് പറയാൻ വലിയ സങ്കടങ്ങളുടെ കഥകളുണ്ടായിരുന്നു. ആ കഥകൾ പറയാൻ ചാർലി തയ്യാറെടുക്കുകയായിരുന്നു. 1915 ആയപ്പോഴേക്കും ചാർലി വെറുമൊരു നടൻ മാത്രമായിരുന്നില്ല. കീസ്റ്റോൺ സ്റ്റുഡിയോയിലെ നിയന്ത്രണങ്ങൾ അവനെ ശ്വാസം മുട്ടിച്ചു. എന്റെ സിനിമകൾ ഞാൻ തന്നെ സംവിധാനം ചെയ്യും, ചാർലി ഉറപ്പിച്ചു പറഞ്ഞു. എസ്സേനെ എന്ന പുതിയ കമ്പനി അവനെ തേടിയെത്തി. അന്നത്തെ കാലത്തെ റെക്കോർഡ് തുകയായ ആഴ്ചയിൽ $1250 അവർ വാഗ്ദാനം ചെയ്തത്. ചാർലിക്കിപ്പോൾ സ്വന്തം കഥകൾ പറയാനുള്ള സ്വാതന്ത്ര്യം ലഭിച്ചു. അവൻ തന്റെ ക്യാമറയ്ക്ക് പിന്നിൽ നിന്നു. ഓരോ സീനും 100 വട്ടം ലേറ്റേക്കെടുത്തു. കൃത്യത വേണം, ആളുകൾ വെറുതെ ചിരിക്കുകയല്ല വേണ്ടത്, അവർ ആ കഥാപാത്രത്തെ സ്നേഹിക്കണം, ചാർലി തന്റെ സഹപ്രവർത്തകരോട് പറഞ്ഞു. ഈ സമയത്താണ് അവൻ ദ ട്രാമ്പ് എന്ന സിനിമ ചെയ്യുന്നത്. ആ സിനിമയുടെ അവസാനം പ്രണയത്തിൽ പരാജയപ്പെട്ട് തന്റെ വടിയും വീശി ദൂരേക്ക് നടന്നു പോകുന്ന ട്രാമ്പിനെ കണ്ട് ലോകം ആദ്യമായി ചിരിക്കൊപ്പോ കരയുകയും ചെയ്തു. തന്റെ സിനിമകൾക്ക് അനുയോജ്യമായ ഒരു നായികയെ ചാർലി തിരയുകയായിരുന്നു. അങ്ങനെയാണ് അവൻ ഒരു കഫേയിൽ വെച്ച് എഡ്ന പർവയൻസിനെ കാണുന്നത്. അവൾക്ക് സിനിമയിൽ മുൻപരിചയമില്ലായിരുന്നു, പക്ഷെ അവളുടെ കണ്ണുകളിൽ ഒരു പ്രത്യേക തിളക്കമുണ്ടായിരുന്നു. എഡ്ന ചാർലിയുടെ നായികയായി മാറി. അവർ സ്ക്രീനിൽ മാത്രമല്ല, ജീവിതത്തിലും ഒന്നിച്ചു. ചാർലിയുടെ 30ഓളം സിനിമകളിൽ എഡ്ന അഭിനയിച്ചു. അവളുടെ സാന്നിധ്യം ചാർലിയുടെ സിനിമകൾക്ക് ഒരു പുതിയ ലാവണ്യം നൽകി. പക്ഷേ ചാർലി ഒരു കഠിനമായ അധ്വാനിയായിരുന്നു. സിനിമയ്ക്കു വേണ്ടി അവൻ പ്രണയത്തെ പോലും മാറ്റി നിർത്തി. കലയാണ് എനിക്ക് വലുത്, അവൻ മന്ത്രിച്ചു. എഡ്നയുമായുള്ള ആ ബന്ധം ചാർലിയുടെ ഉള്ളിലെ കലാകാരനെ കൂടുതൽ പരിഷ്കരിച്ചു. പ്രണയവും വിരഹവും തന്റെ സിനിമകളിൽ എങ്ങനെ ഉപയോഗിക്കണമെന്ന് അവൻ അവളിലൂടെ പഠിച്ചു. അമേരിക്കയിൽ മാത്രം ഒതുങ്ങി നിന്നില്ല ചാർലിയുടെ പ്രശസ്തി. ലണ്ടനിലെ പുകമഞ്ഞുള്ള തെരുവുകൾ മുതൽ പാരീസിലെ കഫേകൾ വരെ ചാർലി ഒരു തരംഗമായി മാറി. ചാപ്ലിൻ മേനിയ എന്നിതിനെ വിളിച്ചു. കുട്ടികൾ ചാർലിയെപ്പോലെ മീശ വെച്ച് നടന്നു. കടകളിൽ ചാർലിയുടെ ബൊമ്മകളും പോസ്റ്ററുകളും നിറഞ്ഞു. മ്യൂച്വൽ ഫിലിം കോർപ്പറേഷൻ ചാർലിയെ ക്ഷണിച്ചു. അവർ നൽകിയത് പ്രതിവർഷം $6,70,000 ആയിരുന്നു. ഒരു ദരിദ്രബാലന് സങ്കൽപ്പിക്കാൻ പോലും കഴിയാത്ത തുക. പക്ഷേ ചാർലിക്ക് പണമല്ലായിരുന്നു ലക്ഷ്യം. എനിക്ക് ലോകത്തെ ചിരിപ്പിക്കണം, കാരണം ചിരിയാണ് ഏറ്റവും വലിയ മരുന്ന്, ചാർലി പത്രക്കാരോട് പറഞ്ഞു. ഈസി സ്ട്രീറ്റ്, ദ ഇമിഗ്രന്റ് തുടങ്ങിയ വിഖ്യാതമായ സിനിമകൾ ഈ കാലത്താണ് പിറന്നത്. പട്ടിണി പാവങ്ങളുടെയും പ്രവാസികളുടെയും വേദനകൾ അവൻ ഹാസ്യത്തിലൂടെ ലോകത്തിന് കാണിച്ചു കൊടുത്തു. 1-ാം ലോക മഹായുദ്ധം കൊടുമ്പിരിക്കൊണ്ടിരിക്കുകയായിരുന്നു. ലോകം മുഴുവൻ ഭയത്തിലും നിരാശയിലുമായിരുന്നു. ആ സമയത്ത് ചാർലിയുടെ സിനിമകൾ യുദ്ധഭൂമിയിലെ പട്ടാളക്കാർക്ക് വലിയ ആശ്വാസമായിരുന്നു. കുന്നുകൂടിയ ശവങ്ങൾക്കിടയിലും തകർന്ന ബങ്കറുകൾക്കിടയിലും അവർ ചാർലിയുടെ സിനിമകൾ കണ്ട് ചിരിച്ചു. ചിലർ ചാർലിയെ വിമർശിച്ചു. എന്തുകൊണ്ട് നീ യുദ്ധത്തിന് പോകുന്നില്ല എന്നവർ ചോദിച്ചു. ചാർലി തളർന്നില്ല. അവൻ ഷോൾഡർ ആംസ് എന്ന സിനിമ നിർമ്മിച്ചു. യുദ്ധത്തിന്റെ ഭീകരതയെ പരിഹസിച്ചുകൊണ്ടുള്ള ആ സിനിമ കണ്ട് പട്ടാളക്കാർ ആവേശഭരിതരായി. ആയുധങ്ങളെക്കാൾ ശക്തി ചിരിക്കുണ്ടെന്ന് അവൻ തെളിയിച്ചു. യുദ്ധം ജയിക്കാൻ തോക്കുകൾ മാത്രമല്ല, തകർന്ന മനസ്സുകളെ കൂട്ടിയിണക്കാൻ ചാർലിയെപ്പോലെയുള്ളവരുടെ ചിരിയും വേണമെന്ന ലോകം തിരിച്ചറിഞ്ഞു. മറ്റുള്ളവരുടെ സ്റ്റുഡിയോകളിൽ ജോലി ചെയ്യുന്നത് ചാർലിയെ മടുപ്പിച്ചു. എന്റെ സ്വപ്നങ്ങൾക്ക് ആരും അതിർവരമ്പുകളിടരുത്, ചാർലി തീരുമാനിച്ചു. 1918 ഹോളിവുഡിലെ ലാ ബ്രിയ അവന്യൂവിൽ അവൻ സ്വന്തമായി ഒരു സ്റ്റുഡിയോ നിർമ്മിച്ചു. ഒരു ഇംഗ്ലീഷ് ഗ്രാമത്തിന്റെ മാതൃകയിലായിരുന്നു ആ സ്റ്റുഡിയോ. അതിന്റെ ഗേറ്റിന് മുന്നിൽ ചാർലി നിന്നു. താൻ ലണ്ടനിലെ വർക്ക് ഹൗസിൽ നിന്ന് ഇറങ്ങിയോടിയ ആ രാത്രി അവൻ ഓർത്തു. ഇന്നവൻ ലോകത്തെ ഏറ്റവും വലിയ ചലച്ചിത്രകാരനാണ്. സ്വന്തം സ്റ്റുഡിയോയിൽ അവൻ എ ഡോഗ്സ് ലൈഫ് ചിത്രീകരിച്ചു. ഒരു തെരുവ് നായയും ട്രാമ്പും തമ്മിലുള്ള ആത്മബന്ധം പറയുന്ന ആ സിനിമ ചാർലിയുടെ ജീവിതത്തിന്റെ തന്നെ മറ്റൊരടയാളമായിരുന്നു.
ഓരോ സീനും തൻ്റെ താൽപ്പര്യത്തിനനുസരിച്ച് മാസങ്ങളോളം എടുത്ത് മിനുക്കിയെടുക്കാൻ അവനിപ്പോൾ കഴിഞ്ഞു. ചാർലിയുടെ യഥാർത്ഥ മാസ്റ്റർ പീസുകൾ പുറപ്പുവരാനിരിക്കുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. 1919 തുടക്കം. ചാർലി തൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പരീക്ഷണത്തിന് മുതിർന്നു. ഹാസ്യവും കണ്ണുനീരും ഒരേ പാത്രത്തിൽ വിളമ്പാൻ കഴിയുമോ എന്നതായിരുന്നു അവൻ്റെ ചോദ്യം. അങ്ങനെയാണ് ദ കിഡ് എന്ന സിനിമ ജനിക്കുന്നത്. തെരുവിൽ ഉപേക്ഷിക്കപ്പെട്ട ഒരു കുഞ്ഞിനെ ട്രാമ്പ് കണ്ടെടുക്കുന്നതും സ്വന്തം മകനെപ്പോലെ വളർത്തുന്നതുമാണ് കഥ. ഇതിനായി ചാർലി കണ്ടെത്തിയത് ജാക്കി കൂഗൻ എന്ന കൊച്ചുമിടുക്കനെയായിരുന്നു. ചിത്രീകരണത്തിനിടെ ചാർലി തൻ്റെ ബാല്യകാലത്തെ ഓരോ വേദനകളും ആ സിനിമയിലേക്ക് പകർത്തി. കുഞ്ഞിനെ അധികൃതർ കൊണ്ടുപോകാൻ ശ്രമിക്കുമ്പോൾ ട്രാമ്പ് കെട്ടിടങ്ങളുടെ മുകളിലൂടെ ഓടി അവനെ രക്ഷിക്കുന്ന രംഗം ഇന്നും ലോകത്തെ കരയിപ്പിക്കുന്നു. ഇതൊരു സിനിമയല്ല, എൻ്റെ ജീവിതമാണ്, ചാർലി തൻ്റെ സഹപ്രവർത്തകരോട് പറഞ്ഞു. സിനിമ പുറത്തിറങ്ങിയതോടെ ചാർലി വെറുമൊരു തമാശക്കാരനല്ല, മറിച്ച് മനുഷ്യൻ്റെ ആത്മാവിനെ തൊടാനറിയുന്ന ഒരു മാന്ത്രികനാണെന്ന് ലോകം തിരിച്ചറിഞ്ഞു. ഹോളിവുഡിൽ പണവും പ്രശസ്തിയും കുന്നുകൂടിയപ്പോഴും ചാർലിയുടെ ഉള്ളിൽ ഒരു വിങ്ങലുണ്ടായിരുന്നു. ലണ്ടനിലെ മാനസികാശുപത്രിയിൽ കഴിയുന്ന തൻ്റെ പ്രിയപ്പെട്ട അമ്മ ഹന്ന. 1921 ചാർലി തൻ്റെ അമ്മയെ അമേരിക്കയിലേക്ക് കൊണ്ടുവരാൻ തീരുമാനിച്ചു. വർഷങ്ങൾക്ക് ശേഷം കപ്പൽ തുറമുഖത്തടുത്തപ്പോൾ ചാർലി വിറയ്ക്കുന്ന ഹൃദയത്തോടെ അവിടെ നിന്നു. അമ്മ ഹന്ന കപ്പലിൽ നിന്നിറങ്ങി. അവർക്ക് തൻ്റെ മകൻ ലോകം ആരാധിക്കുന്ന ചാർലി ചാപ്ലിനാണെന്ന് മനസ്സിലാക്കാൻ പ്രായവും രോഗവും അനുവദിച്ചില്ല. എങ്കിലും ആ മകൻ്റെ കണ്ണുകളിലേക്ക് നോക്കിയപ്പോൾ ആ അമ്മ തിരിച്ചറിഞ്ഞു, ഇതെൻ്റെ കുഞ്ഞു ചാർലിയാണ്. ചാർലി തൻ്റെ അമ്മയെ കാലിഫോർണിയയിലെ കടൽ തീരത്തുള്ള ഒരു മനോഹരമായ വീട്ടിലേക്ക് മാറ്റി. പണ്ട് ലണ്ടനിലെ പട്ടിണിയിൽ നിന്ന് തന്നെ രക്ഷിക്കാൻ ശ്രമിച്ച അമ്മയ്ക്ക് ലോകത്തെ എല്ലാ സുഖങ്ങളും നൽകാൻ അവൻ ആഗ്രഹിച്ചു. ആ അമ്മയുടെ സാന്നിധ്യം ചാർലിയുടെ ഉള്ളിലെ ഏകാന്തതയ്ക്ക് വലിയൊരാശ്വാസമായിരുന്നു. സിനിമാ നിർമ്മാതാക്കൾ കലാകാരന്മാരെ ചൂഷണം ചെയ്യുന്ന കാലമായിരുന്നു അത്. നമ്മുടെ സിനിമകളുടെ ഉടമസ്ഥാവകാശം നമുക്ക് തന്നെ വേണം, ചാർലി ഉറപ്പിച്ചു പറഞ്ഞു. അങ്ങനെ മേരി പിക്ഫോർഡ്, ഡഗ്ലസ് ഫെയർബാങ്ക്സ്, D.W. ഗ്രിഫിത്ത് എന്നിവരുമായി ചേർന്ന് ചാർലി യുണൈറ്റഡ് ആർട്ടിസ്റ്റ്സ് എന്ന വിതരണ കമ്പനി രൂപീകരിച്ചു. ഹോളിവുഡിലെ വമ്പൻ സ്റ്റുഡിയോകൾ ഇതിനെ പരിഹസിച്ചു. ഭ്രാന്തന്മാർ ഭ്രാന്താലയം ഏറ്റെടുത്തിരിക്കുന്നു എന്നവർ കളിയാക്കി. പക്ഷെ ചാർലിക്ക് ഭയമില്ലായിരുന്നു. അവൻ തൻ്റെ സിനിമകളുടെ പൂർണ്ണ നിയന്ത്രണം കയ്യിലെടുത്തു. അഭിനയം, സംവിധാനം, എഡിറ്റിംഗ്, സംഗീതം എല്ലാം ചാർലി തന്നെ ചെയ്തു. ഒരു കലാകാരന് തൻ്റെ കലയിൽ പൂർണ്ണ സ്വാതന്ത്ര്യം വേണമെന്ന ചാർലിയുടെ വാശി സിനിമാ ചരിത്രത്തിലെ ഏറ്റവും വലിയ വിപ്ലവമായിരുന്നു. ആ സ്വാതന്ത്ര്യമാണ് പിന്നീട് വന്ന അവൻ്റെ മാസ്റ്റർ പീസുകൾക്ക് കരുത്തായത്. വർഷങ്ങൾക്ക് ശേഷം ചാർലി തൻ്റെ ജന്മനാടായ ലണ്ടനിലേക്ക് തിരിച്ചുപോയി. താൻ പണ്ട് പിച്ചയെടുത്തു നടന്ന തെരുവുകൾ കാണാൻ അവൻ ആഗ്രഹിച്ചു. പക്ഷേ ലണ്ടൻ അവനെ സ്വീകരിച്ചത് ഒരു രാജകുമാരനെ പോലെയായിരുന്നു. ആയിരക്കണക്കിന് ആളുകൾ റെയിൽവേ സ്റ്റേഷനിൽ തടിച്ചുകൂടി. ചാർലിക്ക് വിശ്വസിക്കാനായില്ല. താൻ പണ്ട് താമസിച്ച ആ കൊച്ചുമുറിയിൽ അവൻ ചെന്നു. അവിടെ ഇരുന്നു കൊണ്ട് അവൻ പഴയ പട്ടിണി നാളുകളെ ഓർത്തു. ആ തെരുവുകളിലെ ഓരോ മുഖവും അവനോട് സംസാരിക്കുന്നതായി തോന്നി. നീ ജയിച്ചു ചാർലി എന്നാ ചുവരുകൾ മന്ത്രിച്ചു. ലണ്ടനിലെ ആ യാത്ര ചാർലിയെ കൂടുതൽ വിനീതനാക്കി. ലോകം മുഴുവൻ തന്നെ സ്നേഹിക്കുന്നുണ്ടെങ്കിലും തൻ്റെ വേരുകൾ ഇന്നും ആ ദരിദ്രമായ തെരുവുകളിലാണെന്ന് അവൻ തിരിച്ചറിഞ്ഞു. ആ തിരിച്ചറിവ് അവൻ്റെ സിനിമകളെ കൂടുതൽ കരുത്തുള്ളതാക്കി. പ്രശസ്തിക്കൊപ്പം തന്നെ വിവാദങ്ങളും ചാർലിയെ പിന്തുടർന്നു. ചാർലിയുടെ വ്യക്തിജീവിതം എപ്പോഴും പത്രങ്ങളിൽ വലിയ വാർത്തയായിരുന്നു. മിൽഡ്രഡ് ഹാരിസുമായുള്ള വിവാഹവും അതിൻ്റെ തകർച്ചയും വലിയ ചർച്ചയായി. ചാർലിക്ക് സിനിമയിൽ കിട്ടുന്ന വിജയം ദാമ്പത്യ ജീവിതത്തിൽ കിട്ടുന്നില്ലെന്ന് പലരും പറഞ്ഞു. ഞാൻ സിനിമയുമായാണ് പ്രണയത്തിലായിരിക്കുന്നത്, ചാർലി പരിഹസിച്ചു. പക്ഷേ ഓരോ തകർച്ചയും അവനെ മാനസികമായി തളർത്തി. മാധ്യമങ്ങൾ അവൻ്റെ പിന്നാലെ കൂടി. ഓരോ ചെറിയ കാര്യവും വലിയ വിവാദങ്ങളാക്കി മാറ്റി. ഈ സമ്മർദ്ദങ്ങൾക്കിടയിലും ചാർലി തൻ്റെ അടുത്ത സിനിമയ്ക്കായുള്ള ഒരുക്കങ്ങൾ തുടങ്ങുകയായിരുന്നു. മഞ്ഞുമലകളിലൂടെയുള്ള ഒരു യാത്ര, ദ ഗോൾഡ് റഷ്. തൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ വെല്ലുവിളിയായി ആ സിനിമ മാറാൻ പോകുകയായിരുന്നു. 1925 ചാർലി തൻ്റെ ഏറ്റവും വലിയ സ്വപ്നത്തിന് തുടക്കമിട്ടു. അലാസ്കയിലെ കൊടും തണുപ്പിൽ സ്വർണം തേടി പോകുന്ന മനുഷ്യരുടെ കഥ, ദ ഗോൾഡ് റഷ്. ചിത്രീകരണത്തിനായി ആയിരക്കണക്കിന് ആളുകളെയാണ് ചാർലി മലനിരകളിലേക്ക് കൊണ്ടുപോയത്. ഭക്ഷണത്തിനായി തൻ്റെ ബൂട്ട് വേവിച്ചു തിന്നുന്ന ആ വിഖ്യാതമായ രംഗം ചിത്രീകരിക്കുമ്പോൾ ചാർലി ഓർത്തുപോയത് തൻ്റെ ബാല്യത്തിലെ പട്ടിണി ദിനങ്ങളെയായിരുന്നു. യഥാർത്ഥത്തിൽ ആ ചെരുപ്പുണ്ടാക്കിയത് ലൈക്കോറൈസ് കൊണ്ടായിരുന്നു. ആ സീൻ പെർഫെക്റ്റ് ആകാൻ ചാർലി അത് പലവട്ടം കഴിച്ചു. ഒടുവിൽ അവന് വയറിന് അസുഖം വരിക പോലും ചെയ്തു. വിശപ്പൊരു തമാശയല്ല, അതൊരു വേദനയാണ്, ചാർലി പറഞ്ഞു. സിനിമാ തിയേറ്ററുകളിലെത്തിയപ്പോൾ ലോകം അന്തം വിട്ടുപോയി.
ഒരു വലിയ ദുരന്തത്തെ ഇത്രയും മനോഹരമായി ഹാസ്യമാക്കി മാറ്റാൻ ചാർലിക്കല്ലാതെ മറ്റാർക്കും കഴിയില്ലെന്ന് ഒരിക്കൽ കൂടി തെളിഞ്ഞു. ദ ഗോൾഡ് റഷ് വിജയിച്ചുകൊണ്ടിരിക്കുമ്പോഴും ചാർലിയുടെ വ്യക്തിജീവിതം തകരുകയായിരുന്നു. ലിറ്റ ഗ്രിഗ് എന്ന 16 വയസ്സുകാരിയുമായുള്ള വിവാഹം ചാർലിയെ വലിയൊരു കെണിയിലെത്തിച്ചു. മെക്സിക്കോയിൽ വെച്ച് രഹസ്യമായി നടന്ന ആ വിവാഹം അധികം വൈകാതെ വലിയൊരു നിയമയുദ്ധമായി മാറി. മാധ്യമങ്ങൾ ചാർലിയെ വേട്ടയാടി. കോടതിയിൽ വെച്ച് ലിറ്റ ഉന്നയിച്ച ആരോപണങ്ങൾ ചാർലിയുടെ പ്രതിച്ഛിതയെ വല്ലാതെ ബാധിച്ചു. ലോകത്തെ ചിരിപ്പിക്കുന്നവൻ തന്റെ വീട്ടിലൊരു വില്ലനാണോ എന്ന് പലരും ചോദിച്ചു. ആ സമയത്ത് ചാർലിയുടെ മുടി നരച്ചുപോയി. മാനസികമായി തകർന്ന അവൻ തന്റെ സ്റ്റുഡിയോയിൽ അഭയം പ്രാപിച്ചു. എന്റെ കല മാത്രമാണ് എനിക്ക് സത്യം എന്നവൻ സ്വയം മന്ത്രിച്ചു. ആ വലിയ തകർച്ചയ്ക്കിടയിലും അവൻ തന്റെ അടുത്ത സിനിമയായ ദ സർക്കസ് തുടങ്ങാൻ തീരുമാനിച്ചു. ചാർലിയുടെ ജീവിതത്തിലെ ഏറ്റവും കഠിനമായ ചിത്രീകരണമായിരുന്നു ദ സർക്കസ്. സിനിമയുടെ സെറ്റിൽ ഒരു വലിയ തീപിടുത്തമുണ്ടായി. ലാബിൽ വെച്ച് ചാർലിയുടെ പ്രധാനപ്പെട്ട നെഗറ്റീവുകൾ നശിച്ചുപോയി. ഇതിനെല്ലാം പുറമെയായിരുന്നു കോടതിയിലെ വിവാഹമോചന കേസ്. പക്ഷേ ചാർലി തോറ്റുകൊടുത്തില്ല. ഒരു കുരങ്ങൻ തന്റെ തോളിൽ കയറി വികൃതി കാണിക്കുന്ന രംഗമെടുക്കാൻ ചാർലി 200-ലധികം റീടേക്കുകൾ എടുത്തു. തന്റെ ഉള്ളിലെ സങ്കടങ്ങൾ പുറത്തു കാണിക്കാതെ സ്റ്റേജിൽ കുരങ്ങുകൾക്കൊപ്പം അവൻ കളിച്ചു. സിനിമ പുറത്തിറങ്ങിയപ്പോൾ അത് വലിയ വിജയമായി. 1929-ലെ ആദ്യത്തെ ഓസ്കാർ അവാർഡ് ചടങ്ങിൽ ചാർലിക്ക് ഒരു പ്രത്യേക പുരസ്കാരം ലഭിച്ചു. സിനിമയിൽ അഭിനയിച്ചതിനും സംവിധാനം ചെയ്തതിനും നിർമ്മിച്ചതിനുമുള്ള ബഹുമതി. പക്ഷേ ആ പുരസ്കാരം വാങ്ങുമ്പോൾ ചാർലിയുടെ കണ്ണുകളിൽ ഒരു തിളക്കമില്ലായിരുന്നു. കാരണം അവൻ അപ്പോഴേക്കും ഏകാന്തതയുടെ തടവുകാരനായി കഴിഞ്ഞിരുന്നു. സിനിമയിൽ ഒരു വലിയ വിപ്ലവം നടന്നു. ശബ്ദമുള്ള സിനിമകൾ, ടോക്കീസ്. ഹോളിവുഡിലെ എല്ലാ നടന്മാരും സംസാരിക്കാൻ തുടങ്ങി. പക്ഷേ ചാർലി മാത്രം മിണ്ടിയില്ല. ട്രാംപ് സംസാരിച്ചാൽ അവന്റെ ഭാഷാതീതമായ സൗന്ദര്യം നഷ്ടപ്പെടും. അവൻ സംസാരിച്ചാൽ അവൻ വെറുമൊരു മനുഷ്യനാകും. പക്ഷേ അവനൊരു ബിംബമാണ്, ചാർലി വാദിച്ചു. എല്ലാവരും ചാർലിയെ പരിഹസിച്ചു. നിശബ്ദ സിനിമകളുടെ കാലം കഴിഞ്ഞു ചാർലി, നീയും സംസാരിക്കേണ്ടി വരും. ചാർലി പതറാതെ നിന്നു. ലോകം മാറിക്കൊണ്ടിരിക്കുമ്പോഴും തന്റെ കലയുടെ തനിമ നിലനിർത്താൻ അവൻ തീരുമാനിച്ചു. സംസാരമില്ലാത്ത എന്നാൽ ശബ്ദം അഥവാ സൗണ്ട് ഇഫക്ട്സ് ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു പുതിയ സിനിമയ്ക്കായി അവൻ തിരക്കഥ എഴുതി. അതായിരുന്നു സിറ്റി ലൈറ്റ്സ്. അന്ധയായ ഒരു പൂക്കാരി പെൺകുട്ടിയെ പ്രണയിക്കുന്ന ട്രാമ്പിന്റെ കഥ. അവൾക്ക് കാഴ്ച ലഭിക്കാനായി പണം കണ്ടെത്താൻ ട്രാമ്പ് അനുഭവിക്കുന്ന കഷ്ടപ്പാടുകൾ. ചിത്രീകരണത്തിന് 3 വർഷമെടുത്തു. ചാർലിയുടെ നിർബന്ധബുദ്ധി കാരണം ആ സിനിമയുടെ ക്ലൈമാക്സ് സീൻ മാത്രം 100 കണക്കിന് തവണ ചിത്രീകരിച്ചു. ഒടുവിൽ കാഴ്ച ലഭിച്ച ആ പെൺകുട്ടി തന്റെ രക്ഷകനെ തിരിച്ചറിയുന്ന രംഗം. വാക്കുകളില്ലാതെ ചാർലി തന്റെ കണ്ണുകൾ കൊണ്ട് സംസാരിച്ചു. 1931-ൽ സിനിമ റിലീസായപ്പോൾ സംസാര സിനിമകളെക്കാൾ വലിയ വിജയം അത് നേടി. ഐൻസ്റ്റീൻ പോലും ആ സിനിമ കണ്ട് കരഞ്ഞുപോയി. നിങ്ങളൊന്നും മിണ്ടാതെ തന്നെ ലോകം മുഴുവൻ മനസ്സിലാക്കുന്നു, ഐൻസ്റ്റീൻ ചാർലിയോട് പറഞ്ഞു. ആ അംഗീകാരം ചാർലിക്ക് വലിയ ആശ്വാസമായിരുന്നു. പക്ഷേ ലോകം മറ്റൊരു വലിയ യുദ്ധത്തിലേക്ക് നീങ്ങുകയാണെന്ന് ചാർലി അറിഞ്ഞു തുടങ്ങിയിരുന്നു. സിറ്റി ലൈറ്റ്സ് എന്ന സിനിമയുടെ വൻ വിജയത്തിനു ശേഷം ചാർലി ഒരു വലിയ തീരുമാനമെടുത്തു. ഹോളിവുഡിന് സ്റ്റുഡിയോകൾക്ക് പുറത്തുള്ള യഥാർത്ഥ ലോകത്തെ കാണണം. 1931-ൽ അവനൊരു ലോകസഞ്ചാരം ആരംഭിച്ചു. ലണ്ടൻ, പാരീസ്, ബെർലിൻ, വിയന്ന. ചാർലി എവിടെ ചെന്നാലും ആയിരക്കണക്കിന് ആളുകൾ അവനെ പൊതിഞ്ഞു. അവർക്കവൻ വെറുമൊരു നടനായിരുന്നില്ല, മറിച്ച് തങ്ങളുടെ സങ്കടങ്ങളിൽ കൂടെയിരിക്കുന്ന ഒരു സുഹൃത്തായിരുന്നു. ചാർലി ആഡംബര ഹോട്ടലുകളിലല്ല, മറിച്ച് സാധാരണക്കാരായ മനുഷ്യർക്കിടയിലാണ് സമയം ചിലവഴിച്ചത്. അവരുടെ കഷ്ടപ്പാടുകൾ അവൻ നേരിക്ക് കണ്ടു. ലോകം ഒരു വലിയ സാമ്പത്തിക മാന്ദ്യത്തിലേക്ക്, ഗ്രേറ്റ് ഡിപ്രഷനിലേക്ക് വീഴുന്നത് ചാർലി തിരിച്ചറിഞ്ഞു. പണമില്ലാത്തവന്റെ വേദന സിനിമയിലല്ല, തെരുവിലാണ് ഞാൻ കാണുന്നത്, ചാർലി തന്റെ ഡയറിയിൽ കുറിച്ചു. ഈ യാത്ര അവനെ ഒരു രാഷ്ട്രീയ ചിന്തകൻ കൂടിയാക്കി മാറ്റി. ലണ്ടനിൽ വെച്ചാണ് ചാർലി ആ ചരിത്രപ്രധാനമായ കൂടിക്കാഴ്ച നടത്തിയത്, ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുമായുള്ള കൂടിക്കാഴ്ച. അന്ന് ഗാന്ധിജി ലണ്ടനിൽ വന്നത് വട്ടമേശ സമ്മേളനത്തിനായിരുന്നു. യന്ത്രവൽക്കരണം മനുഷ്യന്റെ തൊഴിലില്ലാതാക്കുന്നതിനെക്കുറിച്ച് അവർ സംസാരിച്ചു. ചാർലി ചോദിച്ചു, എന്തിനാണ് നിങ്ങൾ യന്ത്രങ്ങളെ എതിർക്കുന്നത്? ഗാന്ധിജി ശാന്തനായി മറുപടി നൽകി, യന്ത്രങ്ങൾ മനുഷ്യനെ അലസനാക്കുന്നു, അവനെ അടിമയാക്കുന്നു. ആ വാക്കുകൾ ചാർലിയുടെ ഉള്ളിലൊരു വലിയ മാറ്റമുണ്ടാക്കി. സാധാരണക്കാരന്റെ കഷ്ടപ്പാടുകൾ യന്ത്രവൽക്കരണവുമായി എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നവൻ ചിന്തിച്ചു.
ഗാന്ധിജിയുടെ ലളിത ജീവിതം അവനെ വല്ലാതെ ആകർഷിച്ചു. ആ കൂടിക്കാഴ്ചയിൽ നിന്നാണ് മോഡേൺ ടൈംസ് എന്ന വിഖ്യാതമായ സിനിമയുടെ വിത്ത് ചാർലിയുടെ മനസ്സിൽ മുളപൊട്ടിയത്. 1936 മോഡേൺ ടൈംസ് പുറത്തിറങ്ങി. ഒരു ഫാക്ടറിയിൽ യന്ത്രങ്ങളെപ്പോലെ ജോലി ചെയ്യുന്ന തൊഴിലാളികളുടെ കഥ. ഒരു സ്പാനർ കൊണ്ട് നട്ടുകൾ മുറുക്കി അവസാനം മനുഷ്യന്റെ ശരീരം പോലും ആ യന്ത്രത്തിന്റെ താളത്തിൽ ചലിക്കാൻ തുടങ്ങുന്ന ആ വിഖ്യാത രംഗം ലോകത്തെ ഇരുത്തി ചിന്തിപ്പിച്ചു. ഫാക്ടറിയിലെ വലിയ കറങ്ങുന്ന ചക്രങ്ങൾക്കിടയിലൂടെ ട്രാമ്പ് ചുറ്റിക്കറങ്ങുന്നത് ഇന്നും സിനിമയിലെ അത്ഭുതകരമായ കാഴ്ചയാണ്. ഈ സിനിമയിലും ട്രാമ്പ് സംസാരിച്ചില്ല. പക്ഷേ സിനിമയുടെ അവസാനത്തിൽ അവനൊരു വിചിത്രമായ ഭാഷയിലൊരു പാട്ടുപാടി. ട്രാമ്പിന്റെ ശബ്ദം ലോകം ആദ്യമായി കേട്ടു. മനുഷ്യൻ യന്ത്രമായി മാറുന്ന കാലത്ത് പ്രണയവും സ്നേഹവും മാത്രമാണ് രക്ഷയെന്ന് ആ സിനിമ പറഞ്ഞുവെച്ചു. സിനിമയുടെ ക്ലൈമാക്സിൽ ട്രാമ്പും അവന്റെ കാമുകിയും ദൂരേക്ക് കൈകോർത്ത് നടന്നുപോകുന്ന ആ രംഗം ഒരു യുഗത്തിന്റെ അന്ത്യമായിരുന്നു. കാരണം ട്രാമ്പ് എന്ന കഥാപാത്രം ആ നടത്തോടെ സിനിമാ ചരിത്രത്തിൽ നിന്ന് വിട പറയുകയായിരുന്നു. ലോകത്തിന്റെ മറ്റൊരു കോണിൽ ഭയങ്കരമായ മാറ്റങ്ങൾ സംഭവിക്കുകയായിരുന്നു. ജർമ്മനിയിൽ അഡോൾഫ് ഹിറ്റ്ലർ അധികാരം പിടിച്ചു. ഹിറ്റ്ലർക്കും ചാർലിക്കും ഒരേ മീശയായിരുന്നു. അവർ ഒരേ വർഷം ഒരേ മാസമാണ് ജനിച്ചത്. ഹിറ്റ്ലറുടെ ആ രൂപം ചാർലിയെ വല്ലാതെ അസ്വസ്ഥനാട്ടി. ഈ മനുഷ്യൻ ലോകത്തെ വലിയൊരു വിപത്തിലേക്ക് നയിക്കും, ചാർലി തന്റെ സുഹൃത്തുക്കളോട് പറഞ്ഞു. നാസികൾ ചാർലിയെ വെറുത്തു. അവനൊരു കമ്മ്യൂണിസ്റ്റാണെന്നും ജൂതനാണെന്നും അവർ പ്രചരിപ്പിച്ചു. പക്ഷേ ചാർലിക്ക് ഭയമില്ലായിരുന്നു. ലോകം മുഴുവൻ ഭയക്കുന്ന ആ ഏകാധിപതിയെ പരിഹസിക്കാൻ ചാർലി ഒരു വലിയ പദ്ധതി തയ്യാറാക്കി. അത് സിനിമാ ചരിത്രത്തിലെ ഏറ്റവും ധൈര്യമായ തീരുമാനമായിരുന്നു. 1940 ദ ഗ്രേറ്റ് ഡിക്റ്റേറ്റർ പുറത്തിറങ്ങി. ഹിറ്റ്ലറെ പരിഹസിച്ചുകൊണ്ട് ചാർലി ഇരട്ട വേഷത്തിൽ അഭിനയിച്ചു. ലോകം മുഴുവൻ ആ സിനിമയെ ഭയത്തോടെയാണ് നോക്കിയത്. അമേരിക്കൻ സർക്കാർ പോലും ചാർലിയെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു. പക്ഷെ ചാർലി പിന്മാറില്ല. സിനിമയുടെ അവസാനം ഏകാധിപതിക്ക് പകരം സംസാരിക്കേണ്ടി വന്ന ആ പാവം ബാർബർ ചാർലി ലോകത്തോടൊരു സന്ദേശം നൽകി. 6 മിനിറ്റ് നീണ്ട ആ പ്രസംഗം ചാർലി സിനിമയിൽ ആദ്യമായി നേരിട്ട് സംസാരിച്ചു. നമുക്ക് വേണ്ടത് യന്ത്രങ്ങളല്ല, മനുഷ്യത്വമാണ്. അറിവിനേക്കാൾ കൂടുതൽ കരുണയും ദയയുമാണ് നമുക്ക് വേണ്ടത്. ആ വാക്കുകൾ ഓരോ തിയേറ്ററിലും ഇടിമുഴക്കം പോലെ മുഴങ്ങി. ലോകം കണ്ട ഏറ്റവും വലിയ പ്രസംഗങ്ങളിലൊന്നായി അത് മാറി. പക്ഷെ ആ ധൈര്യത്തിന് ചാർലിക്ക് വലിയൊരു വില നൽകേണ്ടി വരുമായിരുന്നു. അവന്റെ രാഷ്ട്രീയ ശത്രുക്കൾ അവനെ വേട്ടയാടാൻ തയ്യാറെടുത്തു കഴിഞ്ഞിരുന്നു. ജീവിതത്തിൽ പല പ്രണയപരാജയങ്ങളും വിവാദങ്ങളും നേരിട്ട ചാർലിയുടെ മുന്നിലേക്ക് 1942 ആ പെൺകുട്ടി കടന്നുവന്നു. ഊന ഒനീൽ, പ്രശസ്ത നാടകകൃത്ത് യൂജിൻ ഒനീലിന്റെ മകൾ. ചാർലിയേക്കാൾ 36 വയസ്സ് കുറവായിരുന്നു അവൾക്ക്. ലോകം ആ ബന്ധത്തെ പരിഹസിച്ചു. ഇത് അധികകാലം നിൽക്കില്ല എന്ന് പലരും വിധിയെഴുതി. പക്ഷെ ഊന ചാർലിക്ക് വെറുമൊരു ഭാര്യയായിരുന്നില്ല, അവന്റെ ആത്മാവിന്റെ പാതിയായിരുന്നു. എന്റെ ജീവിതത്തിൽ ഞാൻ ഇത്രയും കാലം തിരഞ്ഞുകൊണ്ടിരുന്ന സമാധാനം ഇവളിലാണ്, ചാർലി തന്റെ ഡയറിയിൽ കുറിച്ചു. ഊനയുടെ സ്നേഹം ചാർലിക്ക് പുതിയൊരു ഊർജം നൽകി. ലോകം മുഴുവൻ അവനെ വേട്ടയാടാൻ തുടങ്ങിയപ്പോൾ ഊന ഒരു തണലായി കൂടെ നിന്നു. അവരുടെ ദാമ്പത്യം ചാർലിയുടെ മരണം വരെ നീണ്ടുനിന്നു. 8 മക്കളാണ് അവർക്കുണ്ടായിരുന്നത്. ദ ഗ്രേറ്റ് ഡിക്റ്റേറ്റർ എന്ന സിനിമയ്ക്ക് ശേഷം ചാർലി അമേരിക്കൻ സർക്കാരിന്റെ കണ്ണിലെ കരടായി മാറി. FBI ഡയറക്ടർ ജെ. എഡ്ഗർ ഹൂവർ ചാർലിയെ ഒരു കമ്മ്യൂണിസ്റ്റായി ചിത്രീകരിക്കാൻ കിണഞ്ഞു ശ്രമിച്ചു. ചാർലിയുടെ ഓരോ നീക്കവും അവർ നിരീക്ഷിച്ചു. അവനൊരു വിദേശിയാണ്, നമ്മുടെ രാജ്യത്തെ ജനങ്ങളെ അവൻ തെറ്റായ വഴിക്ക് നയിക്കുന്നു എന്ന ആരോപണമുയർന്നു. പത്രങ്ങൾ ചാർലിയെ ആക്രമിച്ചു. രാഷ്ട്രീയ യോഗങ്ങളിലും പത്രസമ്മേളനങ്ങളിലും ചാർലിയോട് ക്രൂരമായ ചോദ്യങ്ങൾ ചോദിച്ചു. പക്ഷെ ചാർലി പതറാതെ നിന്നു. ഞാനൊരു രാഷ്ട്രീയക്കാരനല്ല, ഞാനൊരു മനുഷ്യസ്നേഹിയാണ്, അവൻ ഉറപ്പിച്ചു പറഞ്ഞു. പക്ഷെ ആ നിശ്ചയദാർഢ്യം ചാർലിയെ വലിയൊരു കെണിയിലേക്കാണ് നയിച്ചുകൊണ്ടിരുന്നത്. 1947 ചാർലി തന്റെ ഏറ്റവും വ്യത്യസ്തമായ സിനിമ പുറത്തിറക്കി, മോൺസൂർ വെർദോ. ഒരു കൊലപാതകിയുടെ കഥ പറയുന്ന ഡാർക്ക് കോമഡി. യുദ്ധത്തിൽ ആയിരക്കണക്കിന് ആളുകളെ കൊല്ലുന്നവർക്ക് വീരപരിവേഷം നൽകുന്ന ലോകം തന്റെ കുടുംബത്തെ പോറ്റാൻ ചിലരെ കൊല്ലുന്നവനെ തൂക്കിലേറ്റുന്നത് എന്തുകൊണ്ടാണെന്ന് ചാർലി ആ സിനിമയിലൂടെ ചോദിച്ചു. അമേരിക്കൻ ജനതയ്ക്ക് ആ സത്യം താങ്ങാൻ കഴിഞ്ഞില്ല. അവർ സിനിമ ബഹിഷ്കരിച്ചു.
തിയേറ്ററുകളിൽ നിന്ന് ചാർലിയുടെ സിനിമകൾ നീക്കം ചെയ്യപ്പെട്ടു. നിങ്ങളെന്നെ വെറുക്കാം, പക്ഷെ സത്യം ഇതാണ്, ചാർലി പറഞ്ഞു. ചാർലിയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പരാജയമായി ആ സിനിമയെ ചിലർ കണ്ടു. പക്ഷെ കാലം തെളിയിച്ചത് അതൊരു വലിയ ദീർഘവീക്ഷണമുള്ള സിനിമയായിരുന്നു എന്നാണ്. തന്റെ സിനിമാ ജീവിതം അവസാനിക്കാൻ പോകുകയാണെന്ന് ചാർലി തിരിച്ചറിഞ്ഞു. 1952 ചാർലി ലൈംലൈറ്റ് എന്ന സിനിമയുടെ ചിത്രീകരണം പൂർത്തിയാക്കി. പ്രശസ്തി നഷ്ടപ്പെട്ട ഒരു പഴയ കൊമേഡിയന്റെ കഥയായിരുന്നു അത്. അത് ചാർലിയുടെ തന്നെ ജീവിതത്തിന്റെ പ്രതിഫലനമായിരുന്നു. ഈ സിനിമയിൽ ചാർലി തന്റെ പഴയ എതിരാളിയായിരുന്ന ബസ്റ്റർ കീറ്റനെയും കൂടെ കൂട്ടി. അവർ രണ്ടുപേരും ചേർന്ന് അഭിനയിച്ച ആ രംഗം സിനിമാ ചരിത്രത്തിലെ ഏറ്റവും വൈകാരികമായ നിമിഷങ്ങളിലൊന്നാണ്. നമ്മൾ പോയാലും ചിരി ബാക്കിയുണ്ടാകും എന്ന് ചാർലി ആ സിനിമയിലൂടെ പറഞ്ഞുവെച്ചു. ലണ്ടനിൽ ഈ സിനിമയുടെ പ്രീമിയറിനായി പോകാൻ ചാർലി തീരുമാനിച്ചു. അതവന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ യാത്രയായി മാറാൻ പോകുകയായിരുന്നു. 1952 സെപ്റ്റംബറിൽ ചാർലിയും കുടുംബവും ക്വീൻ എലിസബത്ത് എന്ന കപ്പലിൽ ലണ്ടനിലേക്ക് യാത്ര തിരിച്ചു. കപ്പൽ പകുതി ദൂരം പിന്നിട്ടപ്പോൾ ഒരു വാർത്ത അവനെ തേടിയെത്തി. ചാർലിക്ക് അമേരിക്കയിലേക്ക് തിരികെ വരാനുള്ള പെർമിറ്റ് US അറ്റോർണി ജനറൽ റദ്ദാക്കിയിരിക്കുന്നു. ചാർലി ഒരു കമ്മ്യൂണിസ്റ്റാണെന്നും അവനെ ഇനി അമേരിക്കയിൽ പ്രവേശിപ്പിക്കില്ല എന്ന ഉത്തരവിറങ്ങി. കപ്പലിന്റെ ഡെക്കിൽ നിന്ന് അലറുന്ന കടലിലേക്ക് നോക്കി ചാർലി നിന്നു. 40 വർഷക്കാലം താൻ സ്നേഹിച്ച, ലോകത്തിന് മുഴുവൻ ചിരി നൽകിയ രാജ്യം തന്നെ പുറത്താക്കിയിരിക്കുന്നു. ചാർലിയുടെ കണ്ണുകൾ നിറഞ്ഞു. പക്ഷേ അവൻ തന്റെ ഭാര്യയുടെ കൈകൾ ചേർത്തുപിടിച്ചു. നമുക്ക് പുതിയൊരു ലോകം കണ്ടെത്താം, ഊനമന്ത്രിച്ചു. ചാർലി അമേരിക്കയോട് എന്നേക്കുമായി യാത്ര പറഞ്ഞു. ലോകത്തെ ഏറ്റവും വലിയ ചിരി മാഞ്ഞുപോയത് അമേരിക്കയ്ക്കായിരുന്നില്ല, ചാർലിക്കല്ല. അമേരിക്കയുടെ വാതിലുകൾ അടഞ്ഞപ്പോൾ ചാർലി തളർന്നുപോയില്ല. അവൻ തന്റെ കുടുംബത്തോടൊപ്പം സ്വിറ്റ്സർലാൻഡിലെ മനോഹരമായ കോർസിയർ സുർ വെവേ എന്ന ഗ്രാമത്തിലെത്തി. ലേക്ക് ജനീവയുടെ തീരത്തുള്ള മനോയർ ഡിബാൻ എന്ന വലിയ ബംഗ്ലാവ് അവൻ വാങ്ങി. അവിടെ ആപ്പിൾ മരങ്ങളും പൈൻ മരങ്ങളും നിറഞ്ഞ വിശാലമായ തോട്ടമുണ്ടായിരുന്നു. അമേരിക്കയിൽ എനിക്ക് പ്രശസ്തിയുണ്ടായിരുന്നു, പക്ഷേ ഇവിടെ എനിക്ക് സമാധാനമുണ്ട്, ചാർലി തന്റെ ഡയറിയിൽ കുറിച്ചു. ഊനയും മക്കളും ആ വലിയ വീട്ടിൽ സന്തോഷത്തോടെ കഴിഞ്ഞു. ചാർലി തന്റെ പഴയ വസ്ത്രങ്ങൾ മാറി ഒരു സാധാരണക്കാരനായി ആ ഗ്രാമത്തിലൂടെ നടന്നു. സ്വിസ് ജനത അവനെ ഒരു വലിയ താരമായല്ല, മറിച്ച് തങ്ങളുടെ ഇടയിലുള്ള ഒരു പ്രിയപ്പെട്ട അയൽവാസിയായാണ് കണ്ടത്. ആ സ്നേഹം ചാർലിയുടെ ഉള്ളിലെ മുറിവുകൾ ഉണക്കി തുടങ്ങി. അമേരിക്കയിൽ നിന്ന് പുറത്താക്കപ്പെട്ടെങ്കിലും ലോകം ചാർലിയെ മറന്നില്ല. സ്വിറ്റ്സർലാൻഡിലെ ആ കൊച്ചു ഗ്രാമത്തിലേക്ക് ലോകത്തെമ്പാടുമുള്ള പ്രമുഖർ അവനെ കാണാനെത്തിക്കൊണ്ടിരുന്നു. എഴുത്തുകാർ, രാഷ്ട്രീയക്കാർ, കലാകാരന്മാർ, എല്ലാവർക്കും ആ ഇതിഹാസത്തിന്റെ വാക്കുകൾ കേൾക്കണമായിരുന്നു. ചാർലി തന്റെ പഴയ സിനിമകൾ ഓരോന്നായി എടുത്തു പരിശോധിച്ചു. പലതിനും സംഗീതം കുറവാണെന്നവന് തോന്നി. അതുകൊണ്ട് അവൻ സ്വന്തമായി സംഗീതം ചിട്ടപ്പെടുത്താൻ തുടങ്ങി. തന്റെ സിനിമകൾക്ക് ഈണങ്ങൾ നൽകുമ്പോൾ അവൻ വീണ്ടും പഴയ കാലത്തേക്ക് പോയി. ശബ്ദമില്ലാത്ത സിനിമകൾക്കും ഒരു സംഗീതമുണ്ട്, അത് ആത്മാവിൽ നിന്നാണ് വരേണ്ടത്, ചാർലി പറഞ്ഞു. ആ പഴയ സിനിമകൾ പുതിയ സംഗീതത്തോടെ ലോകത്തിനു മുന്നിൽ വീണ്ടും അവതരിപ്പിക്കാൻ അവൻ തയ്യാറെടുത്തു. അമേരിക്ക തന്നോട് ചെയ്ത ക്രൂരതയോട് കഥയിലൂടെ മറുപടി നൽകാൻ ചാർലി തീരുമാനിച്ചു. 1957 അവൻ എ കിങ് ഇൻ ന്യൂയോർക്ക് എന്ന സിനിമ ലണ്ടനിൽ വെച്ച് ചിത്രീകരിച്ചു. അമേരിക്കയിലെ അന്ധമായ രാഷ്ട്രീയ വേട്ടയാടലുകളെയും ആധുനിക പരസ്യ കമ്പനികളെയും പരിഹസിക്കുന്നതായിരുന്നു ആ സിനിമ. ഒരു കലാകാരനെ നിശബ്ദനാക്കാൻ ആർക്കും കഴിയില്ല എന്ന് ചാർലി ലോകത്തോട് വിളിച്ചു പറഞ്ഞു. അമേരിക്കയിൽ ആ സിനിമ നിരോധിക്കപ്പെട്ടു. പക്ഷേ യൂറോപ്പിൽ അത് വലിയ ചർച്ചയായി. ചാർലിയുടെ പോരാട്ടവീര്യം അപ്പോഴും ഒട്ടും കുറഞ്ഞിരുന്നില്ല. എങ്കിലും തന്റെ ഉള്ളിലെ ആ പഴയ ട്രാമ്പ് എന്ന കഥാപാത്രത്തെ അവൻ മിസ് ചെയ്യുന്നുണ്ടായിരുന്നു. അവൻ തന്റെ പഴയ തൊപ്പിയും വടിയും ഒരു പെട്ടിയിൽ സൂക്ഷിച്ചുവെച്ചു. സ്വിറ്റ്സർലൻഡിലെ തോട്ടത്തിലിരുന്നുകൊണ്ട് ചാർലി തന്റെ ജീവിതം കടലാസിലേക്ക് പകർത്തി. മൈ ഓട്ടോബയോഗ്രഫി എന്ന ആ പുസ്തകം എഴുതാൻ വർഷങ്ങളെടുത്തു. ലണ്ടനിലെ പട്ടിണി തെരുവുകൾ മുതൽ ഹോളിവുഡിലെ പ്രകാശപൂർണമായ വേദികൾ വരെ അവൻ സത്യസന്ധമായി വിവരിച്ചു. തന്റെ പരാജയങ്ങളെയും തെറ്റുകളെയും അവൻ ഒളിച്ചുവെച്ചില്ല. പുസ്തകം പുറത്തിറങ്ങിയപ്പോൾ അത് ലോകത്തെമ്പാടുമുള്ള വായനക്കാരെ വിസ്മയിപ്പിച്ചു. ഒരു മനുഷ്യൻ തന്റെ കഷ്ടപ്പാടുകളെ എങ്ങനെ ചിരിയാക്കി മാറ്റി എന്നതിൻ്റെ വലിയൊരു പാഠമായിരുന്നു ആ പുസ്തകം. ജീവിതം അടുത്തു നിന്ന് നോക്കിയാൽ ഒരു ട്രാജഡിയാണ്, എന്നാൽ ദൂരെ നിന്ന് നോക്കിയാൽ അതൊരു കോമഡിയാണ് എന്ന അവന്റെ വരികൾ ലോകം ഏറ്റെടുത്തു.
ചാർലി ഇപ്പോൾ ലോകത്തിന്റെ കണ്ണിൽ വെറുമൊരു നടനല്ല, വലിയൊരു തത്വചിന്തകൻ കൂടിയായിരുന്നു. വർഷങ്ങൾ കടന്നുപോയി. അമേരിക്കയിൽ രാഷ്ട്രീയ സാഹചര്യങ്ങൾ മാറി. ചാർലിയെ പുറത്താക്കിയത് വലിയൊരു തെറ്റായിരുന്നു എന്ന് പുതിയ തലമുറ തിരിച്ചറിയാൻ തുടങ്ങി. അവന്റെ പഴയ സിനിമകൾ അമേരിക്കയിലെ സർവകലാശാലകളിൽ പഠന വിഷയമായി. ആളുകൾ ചാർലിയെ വീണ്ടും സ്നേഹിക്കാൻ തുടങ്ങി. ലോകം മാറുകയാണ് ചാർലി, ഊന മന്ത്രിച്ചു. ചാർലിയുടെ കണ്ണുകളിൽ ഒരു തിളക്കം വന്നു. തന്നെ ക്രൂരമായി പുറത്താക്കിയ രാജ്യം തന്നെ തിരികെ വിളിക്കുമെന്ന് അവൻ സ്വപ്നം കണ്ടു. ആ സ്വപ്നം സത്യമാകുന്ന ഒരു നിമിഷത്തിനായി അവൻ കാത്തിരുന്നു. തന്റെ വാർദ്ധക്യത്തിലും അവൻ കലയെ വിട്ടുപിരിഞ്ഞില്ല. സ്വിറ്റ്സർലൻഡിലെ ആ ശാന്തമായ മണ്ണിലിരുന്നുകൊണ്ട് അവൻ തന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ മടക്കയാത്രയ്ക്ക് തയ്യാറെടുക്കുകയായിരുന്നു. 1970കളുടെ തുടക്കം. സ്വിറ്റ്സർലൻഡിലെ മനോയിർ ഡി ബാൻ എന്ന ആ വലിയ ബംഗ്ലാവിലേക്ക് അമേരിക്കയിൽ നിന്ന് കത്തുകൾ പ്രവാഹം പോലെ എത്തിത്തുടങ്ങി. അവ വെറുമൊരു കത്തുകളായിരുന്നില്ല. ലോകം കണ്ട ഏറ്റവും വലിയ കലാകാരനെ പുറത്താക്കിയതിലുള്ള ഒരു രാജ്യത്തിന്റെ കുറ്റബോധമായിരുന്നു ആ വരികളിൽ. ചാർലി ഓരോ കത്തും സാവധാനം വായിച്ചു. ചാർലി, അമേരിക്ക നിങ്ങളെ മിസ് ചെയ്യുന്നു എന്നൊരു കത്തിൽ എഴുതിയിരുന്നു. ഹോളിവുഡിലെ അക്കാഡമി ഓഫ് മോഷൻ പിക്ചർ ആർട്സ് ആൻഡ് സയൻസസ് ചാർലിക്കൊരു പ്രത്യേക ഓസ്കാർ പുരസ്കാരം നൽകാൻ തീരുമാനിച്ചു. 20 വർഷമായി തന്നെ തഴഞ്ഞ ആ രാജ്യം തന്നെ തിരികെ വിളിക്കുന്നു. ചാർലി ഊനയുടെ കൈകൾ ചേർത്ത് പിടിച്ചു. ഞാൻ പോകണോ? അവൻ ചോദിച്ചു. ഊന പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അതേ ചാർലി, ലോകം നിങ്ങളെ കാത്തിരിക്കുന്നു. 82ാം വയസ്സിൽ ആ വൃദ്ധൻ തന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ മടക്കയാത്രയ്ക്ക് തയ്യാറെടുത്തു. 1972 ഏപ്രിൽ മാസം ന്യൂയോർക്കിലെ കെന്നഡി എയർപോർട്ടിൽ ഒരു വിമാനം വന്നിറങ്ങി. വാതിൽ തുറന്നപ്പോൾ വീൽചെയറിലിരിക്കുന്ന ഒരു വൃദ്ധൻ പുറത്തേക്ക് വന്നു. വെള്ളമുടി, ചുക്കിച്ചുളിഞ്ഞ മുഖം, പക്ഷേ ആ കണ്ണുകളിൽ പഴയ ട്രാമ്പിന്റെ കുസൃതി അപ്പോഴുമുണ്ടായിരുന്നു. ചാർലി ചാപ്ലിൻ 20 വർഷത്തിനു ശേഷം അമേരിക്കൻ മണ്ണിൽ വീണ്ടും കാലുകുത്തി. വിമാനത്താവളത്തിൽ ആയിരക്കണക്കിന് ആളുകൾ അവനെ സ്വീകരിക്കാനെത്തിയിരുന്നു. ചാർലി, ചാർലി എന്ന വിളികൾ അന്തരീക്ഷത്തിൽ മുഴങ്ങി. താൻ പുറത്താക്കപ്പെട്ട ആ രാജ്യം തന്നെ ഇത്രയും സ്നേഹത്തോടെ സ്വീകരിക്കുമെന്ന് ചാർലി സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. വിറയ്ക്കുന്ന കൈകൾ ഉയർത്തി അവൻ ജനക്കൂട്ടത്തെ അഭിവാദ്യം ചെയ്തു. അവന്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. അത് വെറുപ്പിന്റെ കാലം അവസാനിച്ചതിൻ്റെയും സ്നേഹത്തിന്റെ കാലം തുടങ്ങിയതിൻ്റെയും അടയാളമായിരുന്നു. ഹോളിവുഡിലെ ഓസ്കാർ അവാർഡ് വേദി. ലോകത്തെ പ്രമുഖ താരങ്ങളെല്ലാം അവിടെ ഒത്തുകൂടിയിരിക്കുന്നു. വേദിയിലെ വലിയ സ്ക്രീനിൽ ചാർലിയുടെ പഴയ സിനിമകൾ ഓരോന്നായി തെളിഞ്ഞു. ട്രാമ്പിന്റെ ആ നടത്തം കണ്ടപ്പോൾ ഹാളിൽ ചിരിയും കരച്ചിലും പടർന്നു. ഒടുവിൽ സ്ക്രീൻ മാറിയപ്പോൾ ചാർലി വേദിയിലേക്ക് കടന്നുവന്നു. ഹാളിലുണ്ടായിരുന്ന എല്ലാവരും ഒരേപോലെ എഴുന്നേറ്റ് നിന്നു. അവർ കൈയടിച്ചു തുടങ്ങി. മിനിറ്റുകൾ കടന്നുപോയി. 1, 2, 5. ആ കയ്യടി നിലച്ചില്ല. നീണ്ട 12 മിനിറ്റാണ് ലോകം ആ കലാകാരന് മുന്നിൽ എഴുന്നേറ്റ് നിന്ന് കൈയടിച്ചത്. സ്റ്റാൻഡിംഗ് ഒവേഷൻ. സിനിമാ ചരിത്രത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ കയ്യടിയായിരുന്നു അത്. ചാർലി വികാരാധീനനായി നിന്നു. അവൻ പതുക്കെ മൈക്കിനു മുന്നിലെത്തി പറഞ്ഞു, വാക്കുകൾക്കതീതമാനീ നിമിഷം. നിങ്ങൾക്കെല്ലാവർക്കും നന്ദി. ആ നിമിഷം ചാർലി ജയിച്ചു. ലോകം അവനെ നെഞ്ചോട് ചേർത്തു. അമേരിക്കയിലെ വിജയത്തിനു ശേഷം ചാർലി ലണ്ടനിലേക്ക് പോയി. 1975 ബ്രിട്ടീഷ് രാജ്ഞി 2ാമൻ എലിസബത്ത് ചാർലിയെ ബക്കിംഗ്ഹാം കൊട്ടാരത്തിലേക്ക് ക്ഷണിച്ചു. ഒരിക്കൽ ലണ്ടനിലെ തെരുവുകളിൽ പട്ടിണി കിടന്ന വർക്ക് ഹൗസുകളിൽ കഴിഞ്ഞ ആ ബാലനെ രാജ്ഞി സർ പദവി നൽകി ആദരിച്ചു. സർ ചാൾസ് ചാപ്ലിൻ എന്ന പേര് ലോകം ആദരവോടെ ഉരുവിട്ടു. കൊട്ടാരത്തിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ ചാർലി തന്റെ ജ്യേഷ്ഠൻ സിഡ്നിയെ ഓർത്തു. തങ്ങൾ രണ്ടുപേരും ആ പഴയ ലണ്ടൻ തെരുവുകളിൽ അപ്പത്തിനായി അലഞ്ഞത് ഇന്നലെ കഴിഞ്ഞതുപോലെ അവന് തോന്നി. അമ്മ ഹാന്നയുടെ ആഗ്രഹം സഫലിച്ചിരിക്കുന്നു. ചാർലി ഇപ്പോൾ ലോകത്തിന്റെ ഔദ്യോഗികമായ ഇതിഹാസമാണ്. പക്ഷേ പ്രായം അവനെ സാവധാനം കീഴ്പ്പെടുത്തിക്കൊണ്ടിരുന്നു. സ്വിറ്റ്സർലൻഡിലെ തന്റെ വീട്ടിലേക്ക് മടങ്ങിപ്പോകാൻ അവൻ ആഗ്രഹിച്ചു. തിരികെ സ്വിറ്റ്സർലൻഡിലെത്തിയ ചാർലി വിശ്രമജീവിതത്തിലേക്ക് കടന്നു. നടക്കാൻ ബുദ്ധിമുട്ടായപ്പോൾ അവനൊരു വീൽ ചെയറിലേക്ക് ഒതുങ്ങി. പക്ഷേ അവന്റെ മനസ്സ് അപ്പോഴും സിനിമകളിലായിരുന്നു. തോട്ടത്തിലിരുന്നുകൊണ്ട് അവൻ തന്റെ മക്കൾക്ക് പഴയ കഥകൾ പറഞ്ഞുകൊടുത്തു. ഊന എപ്പോഴും അവന്റെ തണലായി കൂടെയുണ്ടായിരുന്നു. ചിലപ്പോഴൊക്കെ അവൻ തന്റെ പഴയ തൊപ്പിയും വടിയും എടുത്തു നോക്കും. ട്രാമ്പ് ഇപ്പോഴെവിടെയായിരിക്കും എന്നവൻ തമാശയായി ചോദിക്കും.
പ്രായമായെങ്കിലും അവൻ്റെ മുഖത്തെ ആ ചിരി മാഞ്ഞിരുന്നില്ല. മരണത്തെക്കുറിച്ച് അവൻ ഭയപ്പെട്ടില്ല. മരണം ഒരു വലിയ സാഹസമാണ്, ചാർലി തൻ്റെ ഡയറിയിൽ കുറിച്ചു. ജീവിതം പൂർണ്ണമായി ജീവിച്ചു തീർത്ത ഒരു മനുഷ്യൻ്റെ സംതൃപ്തി ആ മുഖത്തുണ്ടായിരുന്നു. ആ ശാന്തമായ വൈകുന്നേരങ്ങൾ അവൻ്റെ മഹാപ്രയാണത്തിനുള്ള തയ്യാറെടുപ്പുകളായിരുന്നു. 1977 ഡിസംബർ 24 സ്വിറ്റ്സർലാൻഡിലെ മനോയർ ഡി ബാൻ എന്ന വലിയ വീട് മഞ്ഞിൽ പുതഞ്ഞു നിൽക്കുകയായിരുന്നു. ക്രിസ്മസ് തലേന്ന് തൻ്റെ കുടുംബത്തോടൊപ്പം സമയം ചിലവഴിക്കാൻ ചാർലി അതിയായി ആഗ്രഹിച്ചു. തൻ്റെ 8 മക്കളും കൊച്ചുമക്കളും ആ വലിയ വീട്ടിൽ ഒത്തുകൂടി. എല്ലാവർക്കും സമ്മാനങ്ങൾ നൽകി അവരുടെ സന്തോഷത്തിൽ പങ്കുചേർന്നു. രാത്രി ഉറങ്ങാൻ പോകുന്നതിനു മുൻപ് ചാർലി ജനാലയിലൂടെ പുറത്തെ ആപ്പിൾ മരങ്ങളിലേക്ക് നോക്കി നിന്നു. ഊന അവൻ്റെ അരികിലെത്തി. ചാർലി, ഉറങ്ങാൻ സമയമായി, അവൾ മന്ത്രിച്ചു. ചാർലി പുഞ്ചിരിയോടെ അവളെ നോക്കി. അന്ന് രാത്രി ഉറക്കത്തിൽ ലോകത്തെ മുഴുവൻ ചിരിപ്പിച്ച ആ വലിയ കലാകാരൻ തൻ്റെ യാത്ര അവസാനിപ്പിച്ചു. 88-ാം വയസ്സിൽ ക്രിസ്മസ് പുലർച്ചെ ചാർലി ചാപ്ലിൻ നിശബ്ദനായി വിടവാങ്ങി. ലോകം കേട്ട ഏറ്റവും വലിയ ചിരി അവിടെ മാഞ്ഞുപോയി. ഡിസംബർ 25 പുലർച്ചെ ആ വാർത്ത ലോകമറിഞ്ഞു. ചാർലി ചാപ്ലിൻ അന്തരിച്ചു. ആഘോഷങ്ങളിൽ മുഴുകിയിരുന്ന ലോകം പെട്ടെന്ന് നിശബ്ദമായി. റേഡിയോയിലും ടെലിവിഷനിലും ചാർലിയുടെ സിനിമകൾ മാത്രം കാണിച്ചു. ഹോളിവുഡ് മുതൽ ലണ്ടൻ വരെയും മോസ്കോ മുതൽ ടോക്കിയോ വരെയും ആളുകൾ ആ പ്രതിഭയ്ക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചു. പാവപ്പെട്ടവന്റെയും നിസ്സഹായന്റെയും വക്താവായിരുന്നു ചാർലി. അവനെ നഷ്ടപ്പെട്ടത് ലോകത്തിനൊരു വലിയ വിടവായിരുന്നു. സ്വിറ്റ്സർലാൻഡിലെ ആ ശാന്തമായ കുന്നിൻ ചെരുവിൽ ചാർലിയെ അടക്കം ചെയ്തു. ഊനയും മക്കളും അവിടെ നിന്നു. അദ്ദേഹം നമ്മെ വിട്ടുപോയിട്ടില്ല. അദ്ദേഹത്തിന്റെ സിനിമകളിലൂടെ അദ്ദേഹം ഇന്നും നമുക്കൊപ്പമുണ്ട് എന്ന് ലോക നേതാക്കൾ അനുസ്മരിച്ചു. പക്ഷേ അന്ത്യവിശ്രമത്തിനു ശേഷവും ചാർലിയെ തേടി ഒരു വിചിത്രമായ വിധി കാത്തിരിക്കുന്നുണ്ടായിരുന്നു. ചാർലി മരിച്ചു 3 മാസങ്ങൾ കഴിഞ്ഞു. 1978 മാർച്ച് മാസത്തിലെ ഒരു തണുത്ത രാത്രി. കനത്ത മഴ പെയ്യുന്നുണ്ടായിരുന്നു. പിറ്റേന്ന് രാവിലെ ശ്മശാനത്തിലെ സൂക്ഷിപ്പുകാരൻ എത്തിയപ്പോൾ കണ്ടത് ഞെട്ടിപ്പിക്കുന്ന കാഴ്ചയായിരുന്നു. ചാർലിയുടെ ശവകുടീരം ആരോ തുറന്നിരിക്കുന്നു. അദ്ദേഹത്തിന്റെ മൃതദേഹം അടക്കം ചെയ്ത പെട്ടി അവിടെയുണ്ടായിരുന്നില്ല. ലോകം ആ വാർത്ത കേട്ട് സ്തംഭിച്ചുപോയി. ആരാണൊരു കലാകാരന്റെ മൃതദേഹത്തോട് ഈ ക്രൂരത ചെയ്തത്? പോലീസ് അന്വേഷണം ആരംഭിച്ചു. ചാർലിയുടെ മൃതദേഹം മോഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. ഊനയുടെ ഫോണിലേക്ക് അജ്ഞാത സന്ദേശങ്ങൾ വരാൻ തുടങ്ങി. പണം നൽകിയാൽ മൃതദേഹം തിരികെ നൽകാം. മോഷ്ടാക്കൾ വലിയൊരു തുക മോചനദ്രവ്യമായി ആവശ്യപ്പെട്ടു. ചാർലിയുടെ ജീവിതം ഒരു സിനിമ പോലെ അപ്പോഴും വിചിത്രമായി തുടരുകയായിരുന്നു. ഊന ധീരതയോടെ ആ പ്രതിസന്ധിയെ നേരിട്ടു. ചാർലി തന്റെ മൃതദേഹത്തിന് വിലയിടുന്നതറിഞ്ഞാൽ ചിരിക്കുമായിരുന്നു. അവർ മോഷ്ടാക്കളോട് പറഞ്ഞു. പണം നൽകാൻ അവർ തയ്യാറായില്ല. പോലീസ് വലിയൊരു കെണിയൊരുക്കി. മോഷ്ടാക്കൾ വിളിച്ച ഫോൺ ബൂത്തുകൾ അവർ നിരീക്ഷിച്ചു. ഒടുവിൽ ബൾഗേറിയയിൽ നിന്നുള്ള 2 തൊഴിലാളികളെ പോലീസ് പിടികൂടി. അവർ ചാർലിയുടെ മൃതദേഹം മോഷ്ടിച്ച് ഒരു ചോളപ്പാടത്ത് കുഴിച്ചിട്ടിരിക്കുകയായിരുന്നു. 5 ആഴ്ചത്തെ തിരച്ചിലിന് ശേഷം ചാർലിയുടെ ഭൗതിക ശരീരം കണ്ടെത്തി. ആ വാർത്ത കേട്ടപ്പോൾ ലോകത്തിന് ആശ്വാസമായി. തന്റെ മരണം ശേഷവും ലോകത്തെ ഇത്രയധികം ആകാംക്ഷയുടെ മുനയിൽ നിർത്താൻ ചാർലിക്കല്ലാതെ മറ്റാർക്ക് കഴിയും? ഇത്തവണ പോലീസ് വലിയ മുൻകരുതലുകൾ എടുത്തു. ചാർലിയെ വീണ്ടും അതേ കുന്നിൻചെരുവിൽ അടക്കം ചെയ്തു. പക്ഷേ ഇത്തവണ അദ്ദേഹത്തിന്റെ പെട്ടിക്ക് മുകളിൽ 6 അടി കനത്തിൽ കോൺക്രീറ്റ് ഇട്ട് മൂടി. ആർക്കും ഇനി ആ മൃതദേഹം തൊടാനാവില്ല. ചാർലി ഇപ്പോൾ ശരിക്കും വിശ്രമത്തിലാണ്. സ്വിറ്റ്സർലൻഡിലെ ആ ശാന്തമായ മണ്ണിൽ ആപ്പിൾ മരങ്ങൾക്കും പൂക്കൾക്കുമിടയിൽ അവൻ ഉറങ്ങുന്നു. പക്ഷെ അവന്റെ ചിരി ഇന്നും ലോകത്തെമ്പാടുമുള്ള തിയേറ്ററുകളിൽ മുഴങ്ങുന്നുണ്ട്. ആ മീശയും ആ നടത്തവും കണ്ട് ചിരിക്കാത്ത ഒരു കുട്ടിയും ഈ ഭൂമിയിലില്ല. ചാർലി പോയെങ്കിലും ആ വലിയ വീട്ടിൽ അദ്ദേഹത്തിന്റെ ഓർമ്മകൾ നിറഞ്ഞു നിന്നു. ഊന ഒനീൽ തന്റെ ഭർത്താവിന്റെ ഓർമ്മകളെ ഒരു നിധി പോലെ കാത്തുസൂക്ഷിച്ചു. 8 മക്കളും വളർന്നു വലുതായി. പലരും കലാരംഗത്തേക്ക് തന്നെ തിരിഞ്ഞു. മകൾ ജെറാൾഡിൻ ചാപ്ലിൻ ലോകപ്രശസ്തയായ ഒരു നടിയായി മാറി. തന്റെ മക്കൾ കലയെ സ്നേഹിക്കുന്നത് കാണാൻ ചാർലി എന്നും ആഗ്രഹിച്ചിരുന്നു. അച്ഛൻ ഞങ്ങളെ പഠിപ്പിച്ചത് ലോകത്തെ സ്നേഹിക്കാനാണ്, ചിരിക്കാനാണ്, ജെറാൾഡിൻ ഓർത്തെടുത്തു. സ്വിറ്റ്സർലൻഡിലെ ആ വീട്ടിൽ ഇന്നും ചാർലിയുടെ ശബ്ദം മുഴങ്ങുന്നതായി അവർക്ക് തോന്നി. ഓരോ ക്രിസ്മസ് വരുമ്പോഴും അവർ ആ വലിയ ആപ്പിൾ മരത്തിന് താഴെ ഒത്തുകൂടി തങ്ങളുടെ പ്രിയപ്പെട്ട അച്ഛനെക്കുറിച്ച് അവർ കഥകൾ പറഞ്ഞു. ചാർലി ഒരു വ്യക്തിയല്ല, അതൊരു പ്രസ്ഥാനമായിരുന്നു. ലോകത്തെമ്പാടുമുള്ള ഹാസ്യകലാകാരന്മാർ ചാർലിയെ തങ്ങളുടെ ഗുരുവായി കണ്ടു. രാജ് കപൂർ മുതൽ ജാക്കി ചാൻ വരെ, ലൂയി ഡി ഫ്യൂളസ് മുതൽ മിസ്റ്റർ ബീൻ വരെ.
എല്ലാവരിലും ചാർലിയുടെ ഒരു സ്പർശമുണ്ടായിരുന്നു. വാക്കുകളില്ലാതെ വികാരങ്ങൾ പ്രകടിപ്പിക്കാൻ ചാർലി കാണിച്ചു തന്ന വഴി പുതിയ തലമുറ പിന്തുടർന്നു. ഇന്ത്യയിലെ തെരുവുകളിൽ പോലും ചാർലിയെപ്പോലെ വേഷം കെട്ടി ആളുകളെ ചിരിപ്പിക്കുന്ന കലാകാരന്മാരെ കാണാം. ഭാഷയറിയാത്തവർക്കും ചിരിക്കാനൊരു കാരണമുണ്ട്, അത് ചാർലിയാണ് എന്നവർ പറഞ്ഞു. ട്രാംപ് എന്ന ആ പാവം മനുഷ്യൻ ലോകത്തിലെ എല്ലാ ദരിദ്രർക്കും ഒരു പ്രത്യാശയായി മാറി. കാലം മാറി. സിനിമകൾ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ നിന്ന് കളറിലേക്കും പിന്നീട് ഡിജിറ്റലിലേക്കും മാറി. എങ്കിലും ചാർലിയുടെ സിനിമകൾക്ക് പ്രായം ബാധിച്ചില്ല. യൂട്യൂബിലും ഇൻസ്റ്റഗ്രാമിലും ചാർലിയുടെ ചെറിയ വീഡിയോ ക്ലിപ്പുകൾ ഇന്നും ദശലക്ഷങ്ങളിൽ ആളുകൾ കാണുന്നു. പുതിയ തലമുറയിലെ കുട്ടികൾ പോലും ട്രാംപിന്റെ ആ നടത്തം കണ്ട് പൊട്ടിച്ചിരിക്കുന്നു. സങ്കീർണമായ ഈ ആധുനിക ലോകത്ത് ചാർലിയുടെ ലളിതമായ തമാശകൾ മനുഷ്യർക്ക് വലിയൊരാശ്വാസമാണ്. ഒരു നൂറ്റാണ്ട് കഴിഞ്ഞാലും ചാർലി പഴഞ്ചനാകില്ല, കാരണം മനുഷ്യന്റെ വികാരങ്ങൾക്ക് മാറ്റമില്ലല്ലോ എന്ന് സിനിമാ നിരീക്ഷകർ വിലയിരുത്തി. ചാർലി ഇന്നും സ്ക്രീനുകളിൽ ജീവിക്കുന്നു. സ്വിറ്റ്സർലൻഡിലെ ചാർലിയുടെ വീട് ഇന്നൊരു മ്യൂസിയമാണ്, ചാപ്ലിൻസ് വേൾഡ്. ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്ന് ആയിരക്കണക്കിന് സഞ്ചാരികൾ അവിടെ എത്തുന്നു. ചാർലി ഇരുന്ന ആ കസേരയും അദ്ദേഹം ഉപയോഗിച്ച ആ വയലിനും ട്രാംപിന്റെ ആ വടിയും തൊപ്പിയും അവിടെ സൂക്ഷിച്ചിട്ടുണ്ട്. ആ മ്യൂസിയത്തിലൂടെ നടക്കുമ്പോൾ ചാർലിയുടെ ജീവിതം ഒരു സിനിമ പോലെ സന്ദർശകരുടെ മുന്നിൽ തെളിയും. ലണ്ടനിലെ ആ പഴയ തെരുവിന്റെ മാതൃകയും ഹോളിവുഡിലെ സ്റ്റുഡിയോയും അവിടെ പുനർനിർമ്മിച്ചിട്ടുണ്ട്. അവിടെ വരുന്ന ഓരോരുത്തരും തിരികെ പോകുന്നത് ആ ഇതിഹാസത്തോടുള്ള വലിയ ആദരവുമായാണ്. ഇതൊരു വീടല്ല, ഇതൊരു സ്വപ്നമാണ് എന്ന് സന്ദർശക പുസ്തകത്തിൽ കുറിച്ചു. ഇന്ത്യയുമായി ചാർലിക്ക് വലിയൊരു ആത്മബന്ധമുണ്ടായിരുന്നു. ഗാന്ധിജിയുമായുള്ള കൂടിച്ചേട്ട ചാർലിയെ വല്ലാതെ സ്വാധീനിച്ചിരുന്നു. ഇന്ത്യയിലെ സാധാരണക്കാരായ ജനങ്ങൾ ചാർലിയെ തങ്ങളിലൊരാളായാണ് കണ്ടത്. ചാർലിയുടെ സിനിമകൾ ഇന്ത്യയിലെ ഗ്രാമങ്ങളിൽ പോലും പ്രദർശിപ്പിക്കപ്പെട്ടു. ഇന്ത്യൻ സിനിമയിലെ ഇതിഹാസങ്ങൾ ചാർലിയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടു. പല സിനിമകളിലും ചാർലിയെ അനുകരിക്കുന്ന കഥാപാത്രങ്ങൾ വന്നു. ചാർലി ഒരിക്കലും ഇന്ത്യയിൽ വന്നിട്ടില്ലെങ്കിലും ഭാരതീയരുടെ ഹൃദയത്തിൽ അവനൊരു സ്ഥിര താമസക്കാരനായി മാറി. ഇന്ത്യയിലെ പാവപ്പെട്ടവന്റെ ചിരിയിൽ ചാർലിയുണ്ട് എന്ന് സാംസ്കാരിക പ്രവർത്തകർ ഇന്നും പറയാറുണ്ട്. 1991 ഊനാ ഒനിയിൽ അന്തരിച്ചു. ചാർലി മരിച്ച് 14 വർഷങ്ങൾക്ക് ശേഷമായിരുന്നു അത്. തന്റെ ഭർത്താവിനോടുള്ള സ്നേഹത്തിൽ അവൾ ആ വർഷങ്ങളത്രയും ജീവിച്ചു. മരിക്കുന്നതുവരെ അവൾ ചാർലിയുടെ ഓർമ്മകൾക്കൊപ്പം ആ വീട്ടിൽ തന്നെ കഴിഞ്ഞു. ചാർലിയുടെ അരികിൽ തന്നെ ഊനയെയും അടക്കം ചെയ്തു. ജീവിതകാലം മുഴുവൻ ഒന്നിച്ചു നിന്ന ആ പ്രണയിനികൾ ഇപ്പോൾ ആ കോൺക്രീറ്റ് കവചത്തിനുള്ളിൽ നിത്യനിദ്രയിലാണ്. അവരുടെ പ്രണയം ലോകത്തിനു വലിയൊരു പാഠമാണ്. പ്രായത്തിനപ്പുറം, വിവാദങ്ങൾക്കപ്പുറം രണ്ടാത്മാക്കൾക്ക് എങ്ങനെ ഒന്നിച്ചു നിൽക്കാമെന്നതിൻ്റെ പാഠം. ആ ശവകുടീരത്തിനു മുന്നിൽ ഇന്നും പുതിയ പൂക്കൾ ആരോ കൊണ്ടുവയ്ക്കുന്നുണ്ട്. ചാർലി വെറുമൊരു കൊമേഡിയനായിരുന്നില്ല, അദ്ദേഹം വലിയൊരു വിപ്ലവകാരിയായിരുന്നു. ഭരണകൂടങ്ങൾ സാധാരണക്കാരെ അടിച്ചമർത്തുമ്പോൾ ചാർലി തന്റെ സിനിമകളിലൂടെ അവരെ പരിഹസിച്ചു. അധികാരികൾക്കു മുന്നിൽ ട്രാംപ് കാണിക്കുന്ന ഓരോ കുസൃതിയും ഒരു രാഷ്ട്രീയ പ്രതിഷേധമായിരുന്നു. എന്റെ ചിരി പാവപ്പെട്ടവനു വേണ്ടിയുള്ളതാണ് എന്ന് അദ്ദേഹം പറയുമായിരുന്നു. ലോകത്തെവിടെയൊക്കെ അടിച്ചമർത്തലുകൾ നടക്കുന്നുണ്ടോ അവിടെയൊക്കെ ചാർലിയുടെ സിനിമകൾക്ക് ഇന്നും പ്രസക്തിയുണ്ട്. ഭയമില്ലാതെ സത്യം വിളിച്ചു പറയാൻ ഒരു കലാകാരന് കഴിയുമെന്ന് ചാർലി ലോകത്തിന് കാണിച്ചു കൊടുത്തു. അദ്ദേഹത്തിന്റെ സിനിമകൾ ഇന്നും അനീതിക്കെതിരെയുള്ള പോരാട്ടങ്ങൾക്ക് കരുത്തു നൽകുന്നു. ഈ കഥ അവസാനിക്കുമ്പോൾ നമ്മൾ വീണ്ടും ആ പഴയ ലണ്ടൻ തെരുവിലേക്ക് പോകണം. വിശന്നു തളർന്ന് കീറിയ വസ്ത്രങ്ങൾ ധരിച്ച് അമ്മയുടെ കൈപിടിച്ചു നടന്ന ആ 5 വയസ്സുകാരൻ ചാർലി, അവനിൽ നിന്നാണിതെല്ലാം തുടങ്ങിയത്. തന്റെ ദുരിതങ്ങളെ അവൻ ലോകത്തിന്റെ ചിരിയാക്കി മാറ്റി. പലപ്പോഴും നമ്മൾ പരാജയപ്പെടുമ്പോൾ ഓർക്കേണ്ടത് ചാർലിയെയാണ്. എല്ലാ വാതിലുകളും അടഞ്ഞപ്പോൾ അവൻ തന്റെ ഉള്ളിലെ പ്രതിഭയെ തിരിച്ചറിഞ്ഞു. ഒന്നുമില്ലാത്തവന് എല്ലാം നേടാൻ കഴിയുമെന്ന ജീവിക്കുന്ന തെളിവായിരുന്നു ചാർലി. ആ പഴയ ബാലൻ ഇന്ന് ലോകത്തിന്റെ നക്ഷത്രമായി ആകാശത്ത് തിളങ്ങുന്നു. മരിക്കുന്നതിനു മുൻപ് ചാർലി ലോകത്തോട് പറഞ്ഞ ചില വരികളുണ്ട്. നമ്മൾ ഒരുപാട് ചിന്തിക്കുന്നു, പക്ഷേ നമ്മളിൽ വികാരങ്ങൾ കുറവാണ്. നമുക്ക് വേണ്ടത് യന്ത്രങ്ങളല്ല, മനുഷ്യത്വമാണ്. അറിവിനേക്കാൾ കൂടുതൽ നമുക്ക് വേണ്ടത് കരുണയാണ്. ഈ വാക്കുകൾ ഇന്നും ലോകത്തിനൊരു സന്ദേശമാണ്. പരസ്പരം സ്നേഹിക്കാനും
സഹായിക്കാനും ചാർലി നമ്മെ പഠിപ്പിച്ചു. വെറുപ്പിൻ്റെ ഈ ലോകത്ത് ചിരിയാണ് ഏറ്റവും വലിയ ആയുധമെന്ന് അദ്ദേഹം തെളിയിച്ചു. ആ സന്ദേശം ഉൾക്കൊള്ളുന്നവരുള്ളിടത്തോളം കാലം ചാർലിക്ക് മരണമില്ല. ഇവിടെ ചാർലി ചാപ്ലിൻ്റെ കഥ അവസാനിക്കുകയാണ്. പക്ഷേ ഒരു ഇതിഹാസം ഒരിക്കലും അവസാനിക്കുന്നില്ല. ട്രാമ്പ് തൻ്റെ വടി വീശി ആ പ്രത്യേക നടത്തിൽ ദൂരേക്ക് നടന്നുപോകുന്ന ആ രംഗമോർക്കുക. അവൻ ദൂരേക്ക് പോകുന്തോറും അവൻ കൂടുതൽ വലുതാവുകയാണ്. മനുഷ്യനുള്ളിടത്തോളം കാലം, സങ്കടങ്ങൾ ഉള്ളിടത്തോളം കാലം, ചിരിക്കാൻ ആഗ്രഹിക്കുന്നവരുള്ളിടത്തോളം കാലം ചാർലി ചാപ്ലിൻ നമുക്കൊപ്പമുണ്ടാകും. ലോകത്തെ മുഴുവൻ സ്നേഹിച്ച, ലോകത്തെ മുഴുവൻ ചിരിപ്പിച്ച ആ വലിയ കലാകാരന് നമുക്ക് നന്ദി പറയാം. സങ്കടങ്ങൾക്കിടയിലും ചിരിക്കാൻ നമ്മെ പഠിപ്പിച്ചതിന്, തോറ്റുകൊടുക്കരുതെന്ന് കാണിച്ചു തന്നതിന് നന്ദി ചാർലി, പ്രിയപ്പെട്ട ചാർലി. ഇവിടെ ചാർലിയുടെ ആ വലിയ കഥ താൽക്കാലികമായി അവസാനിക്കുകയാണ്. ലോകത്തെ മുഴുവൻ ചിരിപ്പിച്ച ആ വലിയ കലാകാരൻ ഇപ്പോൾ സ്വിറ്റ്സർലൻഡിലെ ആ ശാന്തമായ കുന്നിൻ ചെരുവിൽ പ്രകൃതിയോട് ചേർന്നുറങ്ങുകയാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതം നമുക്ക് പറഞ്ഞു തരുന്നതൊന്നു മാത്രം: സങ്കടങ്ങൾക്കിടയിലും പുഞ്ചിരിക്കാൻ മറക്കരുത് എന്നാണ്. ഇപ്പോൾ നിങ്ങളും ആ സമാധാനത്തിലേക്ക് പതുക്കെ മടങ്ങുക. മനസ്സിനെ എല്ലാ തിരക്കുകളിൽ നിന്നും മോചിപ്പിക്കൂ. കണ്ണുകൾ സാവധാനമടയ്ക്കാം. ചാർലി തൻ്റെ വടി വീശി ആ പഴയ ട്രാമ്പ് നടത്തിൽ ദൂരേക്ക് ദൂരേക്ക് നടന്നു പോകുന്നത് സങ്കൽപ്പിക്കുക. അവൻ ആ വെളിച്ചത്തിലേക്ക് അലിഞ്ഞു ചേരുകയാണ്. നിങ്ങളും ആ വെളിച്ചത്തിൻ്റെ, ആ സമാധാനത്തിൻ്റെ ഭാഗമാകുക. നാളെ ഒരു പുതിയ പുലരിയിലേക്ക് പുതിയൊരു പുഞ്ചിരിയോടെ ഉണരാൻ നമുക്ക് കാത്തിരിക്കാം. ഇന്ന് രാത്രി ആ വലിയ കലാകാരൻ്റെ ഓർമ്മകൾക്കൊപ്പം സമാധാനമായി ഉറങ്ങൂ. എല്ലാവർക്കും ശുഭനിദ്ര. ഗുഡ് നൈറ്റ്.